നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. ഇന്ന് രാത്രിയിലെ ഈ യോഗം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഈ റീജിയന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ സി എബ്രഹാം, UK അയർലൻഡ് റീജിയൻ വൈസ് പ്രസിഡന്റ്, ഈ സഭയുടെ അധ്യക്ഷനുമായിരിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ ബാബു സക്കറിയ, എനിക്ക് മുൻപേ ഇവിടെ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു കൊണ്ടിരുന്ന അനുഗ്രഹീത കർത്തൃദാസി സിസ്റ്റർ അഞ്ജലി പോൾ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന ക്വയർ, ഈ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്ന കർത്തൃദാസൻ പാസ്റ്റർ സാം, വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞാൻ വിനീതമായ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. I want to bring my greetings to Pastor C.T. Abraham, who is the secretary of the region, and the vice president, Pastor Babu Sakri, and also the leader of the church, and all the pastors and the believers, and the wonderful choir, and everyone. I would like to greet you in the name of our Lord Jesus Christ. വളരെ ഉത്സാഹത്തോടും ആവേശത്തോടും കൂടെ വിവിധ ഇടങ്ങളിൽ നിന്ന് സന്നിഹിതരായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. I'm praying that all those who have come with a lot of enthusiasm to listen from God's word from different parts of UK, that the Lord may bless you this evening. ദൈവവചനത്തിൽ നിന്നും അനുഭവ സാക്ഷ്യത്തിലൂടെയും കർത്തൃദാസി നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. And through the word of God and also through her own testimony, sister has been delivering to us. തുടർന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടേണ്ടതിനായിട്ട് പ്രത്യേക പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. Let's we continue to pray that the Lord may speak to us, the Spirit of the Lord may minister to us this evening. നമ്മുടെ വിചിന്തനത്തിനായിട്ട് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ ഞങ്ങളിവിടെ വായിക്കാം. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ വിശുദ്ധ വേദപുസ്തകം തുറന്ന് ഈ തിരുവചന ഭാഗം ശ്രദ്ധിപ്പാൻ ഓർപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. Ephesians chapter 6 and verse 18 and 19. And pray in the Spirit on all occasions with all kinds of prayers and requests. With this in mind, be alert and always keep on praying for all the Lord's people. Pray also for me that whenever I speak, word may be given to me, so that I will fearlessly make known the mystery of the gospel, for which I am an ambassador in the chains. Pray that I may declare it fearlessly as I should. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 21 പുസ്തകങ്ങൾ ലേഖനങ്ങളാണ്. And out of the 27 books of the New Testament, 21 of them are epistles. 4 സുവിശേഷങ്ങളും ഒരു ചരിത്ര ഗ്രന്ഥവും 21 ലേഖനങ്ങളും ഒരു പ്രവചന ഗ്രന്ഥവുമാണ് പുതിയ നിയമ വചനങ്ങളിൽ ഉള്ളത്. And the New Testament consists of 4 gospels, 1 history, and 21 epistles, and 1 prophetical book. 21 ലേഖനങ്ങളിൽ എബ്രായ ലേഖനം ഉൾപ്പെടെ അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. And including the letter of Hebrews, Paul has written 14 epistles. അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന ചില ലേഖനങ്ങൾ സഭയ്ക്കാണ്, ചിലത് ഇടയന്മാർക്കാണ്, ചിലത് വ്യക്തികളെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. Within the letters written by Paul, some of them are written for the churches, some of them are written for the individuals,
and some of them are written generally for the churches that is established by him. വ്യത്യസ്ത സാഹചര്യത്തിലും പശ്ചാത്തലത്തിലുമാണ് പൗലോസ് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്. And Paul wrote these epistles in different background and different situations of life. പൗലോസിന്റെ ചില ലേഖനങ്ങൾ താൻ കാരാഗ്രഹവാസം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. Some of the epistles are written by Paul while he was in prison. പല സന്ദർഭങ്ങളില് അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ സുവിശേഷ നിമിത്തം ബന്ധനസ്ഥനായി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. And in several occasions Paul was captive and he was imprisoned for the gospel. ഫിലിപ്പിയായിൽ തന്നെ കാരാഗ്രഹവാസം അനുഭവിച്ചു. In Philippi he was in the prison. യെരൂശലേമിൽ കാരാഗ്രഹവാസം അനുഭവിച്ചു. He was in the prison in Jerusalem. എന്നാൽ ഇവിടെ ഒന്നും വെച്ച പൗലോസ് ലേഖനങ്ങൾ എഴുതിയിട്ടില്ല. And he did not write any epistle while he was in Philippi or Jerusalem. ദീർഘനാളുകൾ സുവിശേഷ നിമിത്തം കർത്തൃസേവ നിമിത്തം ബന്ധനസ്ഥനായി താൻ ജയിൽവാസം അനുഭവിച്ചത് റോമിലാണ്. And for a longer period of time he was a captive in the prison in Rome. റോമൻ കാരാഗ്രഹത്തിൽ വെച്ച് പൗലോസ് സഭകൾക്ക് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് വേദപണ്ഡിതാക്കൾ വിളിക്കാറുണ്ട്. And the epistles that Paul wrote while he was imprisoned in Rome, and these letters are known as the prison epistles. അങ്ങനെ റോമയിലെ കാരാഗ്രഹത്തിൽ വെച്ച് പൗലോസ് സഭകൾക്ക് എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണ് എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ എന്നീ ലേഖനങ്ങൾ. And while he was imprisoned, and he wrote the epistles to the churches, Ephesians, Philippians and Colossians. അതിൽ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്നാണ് നാം വായിച്ചത്. ഏതു നേരത്തും നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് ഇരിപ്പീൻ. And tonight we read from Ephesians chapter 6, and pray in the Spirit on all occasions with all kinds of prayers and requests. എങ്ങനെയാണ് എഫെസോസിൽ സഭ സ്ഥാപിതമായത്? And how the church in Ephesus was established. പുതിയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്ന സഭകൾ ഒക്കെ സ്ഥാപിതമായത് എങ്ങനെയാണെന്ന് പഠിക്കണമെങ്കിൽ ബുക്ക് ഓഫ് ആക്ട്സ് നമ്മൾ പഠിച്ചേ വെക്കൂ. If we want to understand the early churches, how they were established, we need to study the book of Acts. അപ്പോസ്തലന്മാരുടെ മിഷണറി യാത്രകളിലാണ് സഭകൾ സ്ഥാപിതമായത്. And the churches were established during the missionary work of the apostles. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം തുടങ്ങി മിഷണറി യാത്രകളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. And from the chapter 13 of Acts of Apostles, which describe the missionary journeys of the apostles. അതിന്റെ പുറകിലത്തെ അധ്യായങ്ങളിൽ യെരൂശലേമിൽ സഭ സ്ഥാപിതമായതും യെരൂശലേമിന്റെ പരിസര പ്രദേശങ്ങളിൽ ക്രിസ്തീയ സഭ സ്ഥാപിതമാകുന്നതുമൊക്കെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. In the previous chapters we'll be able to read how the churches were established in Jerusalem and in other parts of the Palestine. The churches were established. അന്ത്യോക്യയിലെ സഭയിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് പരിശുദ്ധാത്മാവ് അരുളി ചെയ്തു, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി പൗലോസിനെയും ബർന്നബാസിനെയും വാർത്തിരിക്കുക. While the believers and the apostles and the prophets were praying together in the church of Antioch, the Spirit of the Lord said to them, set apart Paul and Silas for my ministry. അവിടെ അപ്പോസ്തലന്മാരെന്ന് പറയുമ്പോൾ പന്തിരുവരിൽപ്പെട്ട ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. When in chapter 13, when we read about apostles, it is none of the apostles who are the part of the 12 apostles of Jesus. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ദൈവദാസന്മാരും പ്രവാചകന്മാരും കൂടെ പൗലോസിന്റെ മേലും ബർന്നബാസിന്റെ മേലും കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് അവരെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് അയച്ചു. And the believers and the pastors, those who were in the Antiochian church, and put their hand on Paul and Barnabas and set them apart for the ministry. പൗലോസിന്റെ ഒന്നാം മിഷണറി യാത്ര നമ്മൾ പഠിച്ചാൽ അത് ഏഷ്യ ഭൂഖണ്ഡത്തോടുള്ള ബന്ധത്തിലായിരുന്നു. The very first missionary journey of Paul was in the Asia Minor. എന്നാൽ പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് യൂറോപ്പിൽ സുവിശേഷവുമായി താൻ വന്നത്. And it was in the second missionary journey Paul went to Europe with the gospel. അത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ഒരു നടത്തിപ്പിനോടുള്ള ബന്ധത്തിലാണ് പൗലോസ് യൂറോപ്പിലേക്ക് പോയത്. And it was in the particular guidance of the Holy Spirit he went to Europe with the mission. ഏഷ്യ മൈനറിലുള്ള മറ്റു പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകണമെന്ന് താൻ ആഗ്രഹിച്ചെങ്കിലും പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ലൂക്കോസ് എഴുതുന്നത് ഇങ്ങനാണ്, പരിശുദ്ധാത്മാവ് ഞങ്ങളെ തടഞ്ഞു.
And he was planning to go to different places in Asia Minor, and it is recorded in chapter 16 that the Spirit of the Lord, deterred them to going to these places. കർത്താവിന്റെ ആത്മാവ് ഞങ്ങളെ തടഞ്ഞു. And the Spirit of the Lord stopped them. അപ്പോസ്തലന്മാരുടെ പ്രത്യേകതകളിൽ ഒന്നതായിരുന്നു പരിശുദ്ധാത്മാവെന്ന് പറയുന്നുവോ അത് അനുസരിക്കുന്നവരായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് വേണ്ടി അവർ കാത്തിരിക്കുന്നവരായിരുന്നു. One of the specialities of the apostles were they were seeking the guidance of the Holy Spirit, and they obeyed the guidance of the Holy Spirit in their life. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രാർത്ഥനാനിരതരായിരിക്കുന്ന നേരത്താണ് മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ നിന്ന് കൈകാട്ടി വിളിക്കുന്ന, വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ദർശനം പൗലോസിനുണ്ടായത്. While they were in prayer, there was a Macedonian man standing and calling Paul to come over and help them in a dream, in a vision. ഇതാണ് ദൈവത്തിന്റെ നടത്തിപ്പ് എന്ന് തിരിച്ചറിഞ്ഞ പൗലോസ് അവിടെ നിന്ന് കപ്പൽ കയറി ഫിലിപ്പിയ പട്ടണത്തിലേക്ക് പോയി. Understanding that this is a guidance by the Lord, he began to journey towards Philippi. യൂറോപ്പ് ഭൂഖണ്ഡത്തില് ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നത് തിരുവചന പ്രകാരം ഫിലിപ്പിയ പട്ടണത്തിലാണ്. And according to the word of God, for the first time ever in Europe, the gospel was preached in a town called Philippi. ഫിലിപ്പിയ പട്ടണത്തിന്റെ ആദ്യത്തെ പേര് ക്രനഡിസ് എന്നായിരുന്നു. ആ പേരിന്റെ അർത്ഥം നീരുറവ് എന്നത്രേ. And the first name of the Philippi, the city of Philippi was Canadis, and it means the source of water. അലക്സാണ്ടർ ചക്രവർത്തി സാമ്രാജ്യം സ്ഥാപിച്ചപ്പോൾ ഫിലിപ്പിയ ഈ ക്രനഡിസ് എന്ന പട്ടണത്തെ പുതുക്കി പണിയുകയും റോമൻ സൈന്യത്തിൽ പ്രശസ്ത സേവനമനുഷ്ഠിച്ചവരെയും റോമൻ പൗരത്വമുള്ളവരെയും അവിടെ പാർപ്പിക്കുകയും ചെയ്തുകൊണ്ട് തന്റെ പിതാവിന്റെ പേരായ ഫിലിപ്പിയ എന്ന് ആ പട്ടണത്തിന് പാർ വിളിച്ചു. When Alexander the Great, the king, conquered this land, he renovated this place, and he gave this place for the Roman citizens and the soldiers and the elites of the land, and he gave his honorable father's name Philip to this town. എല്ലാ സുവിശേഷ യോഗങ്ങളിലും പെന്തക്കോസ്തരായ പാസ്റ്റേഴ്സും വിശ്വാസികളും സ്മരിക്കുന്ന ഒരു സഹോദരിയുണ്ട്. അവളുടെ ഹൃദയം അവിടെ കർത്താവ് തുറന്നത്. ഫിലിപ്പിയായി ലുദിയായുടെ ഹൃദയം തുറന്ന കർത്താവേ, ഇന്ന് ചിലരുടെ ഹൃദയം തുറക്കണമേ. എന്നിവിടെ പ്രാർത്ഥിച്ചവരങ്ങനെ പ്രാർത്ഥിച്ചില്ല. എല്ലാവരുടെയും ഹൃദയം തുറന്നത് കൊണ്ടായിരിക്കാം. പ്രൈസ് ഗോഡ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. In most of the Pentecostal meetings, we can Amen. hear that the Lord opened the heart of the Lydia, and that is the first lady who ever received the gospel in Europe. അങ്ങനെ യൂറോപ്പില് പിന്നീട് മക്കദോന്യയിലെ അതെ അഖായ പ്രദേശങ്ങളില് എല്ലാം അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്തു. And the apostles went into Philippi, Achaia, Corinth, and different other places, and they established churches in all these places. പൗലോസിന്റെ രണ്ടാം മിഷണറി യാത്രയുടെ മടക്ക യാത്രയില് താൻ എഫെസോസ് പട്ടണത്തിൽ വന്ന് ചുരുക്കം ദിവസങ്ങൾ താമസിച്ചു. എന്നാൽ പരസ്യമായി സുവിശേഷം പ്രസംഗിച്ചതായിട്ട് എഴുതിയിട്ടില്ല. And in the second missionary journey, while he was coming back from his second missionary journey, he came to Ephesus and he stayed there, and it is not recorded that he publicly preached the gospel there. എന്നാൽ പരസ്യമായിട്ട് എഫെസോസിൽ സുവിശേഷം പ്രസംഗിച്ച ഒരു നല്ല വാഗ്മി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് അപ്പൊല്ലോസ്. And there was a person who was a very good orator who preached the gospel in Ephesus. His name is Apollos. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 18-ാം അധ്യായം ലാസ്റ്റ് പാരഗ്രാഫില് ആ കാര്യങ്ങൾ ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. In Acts of Apostles, we can read about him in chapter 18. അപ്പൊല്ലോസിനെ സ്വീകരിച്ചതായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ കുടുംബത്തെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയും. And we can see a family who received and mentored Apollos. അതെ, അഖിലാവും പ്രിസ്കില്ലയും. ഈ പ്രിസ്കില്ലയാണ് ലേഖനത്തിൽ നാം പ്രിസ്ക എന്ന് വായിക്കുന്നത്. And we can see Aquila and Priscilla, and she is known as she is one of the ladies who is mentioned in the letters of Paul. അവര് ദൈവത്തിന്റെ ദാസന്മാരെ അപ്പൊല്ലോസിനെ സ്വീകരിച്ച് കൂടുതൽ ദൈവത്തിന്റെ വചനം അവന് പ്രകാശിപ്പിച്ചു കൊടുത്തു. This couple received Apollos, and we read that they taught him further from the word of God. അദ്ദേഹം കുറച്ചു പേരെ അവിടെ സ്നാനപ്പെടുത്തുകയും ചെയ്തു.
And he baptized few people in that എന്നാൽ place. 19-ാം അധ്യായം നാം വായിക്കുന്നത് ഇങ്ങനാണ്. And when we go into chapter 19, we read like this. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. And while Apollos was in Corinth, Paul traveled through the interior places and he came to Ephesus. ഇത് പൗലോസിന്റെ 3-ാമത്തെ മിഷണറി യാത്രയാണ്. And this was the third missionary journey of Paul. ചില ശിഷ്യന്മാരെ കണ്ടു. And he saw some disciples. നമ്മുടെ ഇവിടുത്തെ ചിന്താ വിഷയം എഫെസോസിൽ സഭ സ്ഥാപിതമായത് എങ്ങനെയെന്നുള്ളതാണ്. And we are thinking about how the church in Ephesus was established. മാത്രമല്ല ഒരു സഭാവിശ്വാസിക്കുണ്ടായിരിക്കേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നും നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ കഴിയും. And from this portion we'll be able to understand what are the minimum qualifications that a believer should have in his life. ചില ശിഷ്യന്മാരെ പൗലോസ് കണ്ടു. Paul saw some disciples. പൗലോസോട് ഒരു ചോദ്യം ചോദിച്ചു. Paul began to question them. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? Have you received the Holy Spirit by believing? നമ്മൾ ഒരാളെ കാണുവാണെങ്കിൽ കണ്ടപ്പോൾ മനസ്സിലായി ആള് ക്ലീൻ ഷേവാണ്, കണ്ടിട്ട് തന്നെ പുള്ളിയെ കണ്ടാൽ തന്നെ ഒരു വിശ്വാസിയാണെന്ന് തോന്നുന്നു. And when we see a person, we judge by the appearance. He is clean shaved. Probably he is a believer. നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം താങ്കൾ ഒരു വിശ്വാസിയാണോ? And the first question that we will be asking is, are you a believer? ആണ്. Yes, I am a believer. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സഭ ഏതാണെന്ന് ചോദിക്കും. Second question is, which is your church? എന്നാൽ അപ്പോസ്തലന്മാർ അങ്ങനെ ചോദിച്ചിരുന്നില്ല. But the apostles did not ask these questions. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. There is another reason. ആദ്യ നൂറ്റാണ്ടിൽ സഭ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉണ്ടായിരുന്നു. In the early time, there was only one church. അത് ക്രിസ്തു സഭയാണ്. And that is church of അത് Christ. ദൈവസഭയാണ്. That is the God's church. അത് കർത്താവിനാൽ സ്ഥാപിതമായ That is സഭയാണ്. established by Christ. പൗലോസ് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? And Paul asked them, have you received the Holy Spirit after believing? ഇന്ന് സന്ധ്യയെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വരുവാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം അതായിരിക്കും, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? Imagine if Paul is coming to our meeting tonight, he will be asking each one of you, have you believed and received the baptism of Holy Spirit? ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളുടെ കൂട്ടവിശ്വാസികളായി നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? As ambassadors of Christ, let me repeat the question to you. Have you believed and received the Holy Spirit? എത്ര പേർക്ക് യേസ് പറയാൻ കഴിയും? How many of you can say yes? കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം Let's worship the കൊടുത്താട്ട് Lord, clapping your hands together. ആത്മാവിനെ പ്രാപിച്ചവർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. And those who have received the Spirit may worship the Lord in the Spirit. ആത്മാവിനെ പ്രാപിച്ചവർ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. And those who receive the Spirit may worship the Lord in the Spirit. ആത്മാവിനെ പ്രാപിച്ചവർ അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കണം. Oh, those who receive the Spirit may worship the Lord in tongues. ആത്മാവിനെ പ്രാപിച്ചവർ ആത്മാവിൽ പാട്ടുപാടുന്നവരായിരിക്കണം. And they should be singing songs in the Spirit. ആത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറയുക, ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. When they heard this question, they said, we have not even heard that there is Holy Spirit. ഇന്ന് ഒത്തിരി പെന്തക്കോസ്ത് സഭകളിൽ ചെന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടുത്തെ ഒരു നല്ല ഭാഗം ആളുകളും പറയാൻ പോകുന്നത് ഇത് തന്നെയാണ്, ഞങ്ങൾക്കറിയത്തില്ല ഇതൊന്നും സംബന്ധിച്ച്. If you go to any of the Pentecostal churches today and repeat the same question, most of them will say the same thing, that we don't know anything about the Holy Spirit. നമുക്ക് ഇയർലി പ്രോഗ്രാം ഉണ്ട്. And we have programs every year. ഔപചാരികത ഒത്തിരി ഉണ്ട്. And we have a lot of formalities. നമുക്ക് വാദ്യോപകരണങ്ങളുണ്ട്. We have a lot of instruments. നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ട്. We have excellent sound system. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുണ്ട്. We have educated people. ഇന്ന് സഭയ്ക്ക് ധാരാളം പണമുണ്ട്. And there is plenty of money for the church. നമ്മുടെ ആളുകൾ ധാരാളം വിദേശ രാജ്യങ്ങളിലേക്ക് ദൈവം അയച്ചു. And the Lord has sent so many people to abroad. അതുകൊണ്ട് നാട്ടിലും ധാരാളം പണം വന്നു. And there is a lot of money back in India. ഇതൊക്കെ സത്യമാണ്. It's all a fact. Praise God. Praise God. മുമ്പേ അവന്റെ രാജ്യവും നീതിയും പിതാക്കന്മാർ അന്വേഷിച്ചതുകൊണ്ട് തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. Before our fathers have seeked the kingdom of God, the Lord has blessed the generation. എന്നാൽ ഇന്ന് സഭയ്ക്ക് നഷ്ടമായത് പരിശുദ്ധ റൂഹായാണ്. But the Lord, the church has lost the power of the Holy Spirit. സഭയിൽ നിന്ന് പ്രാവ് പറന്നുപോയി. And the dove has departed from the സഭയിൽ church. നിന്ന് മഹത്വം കടന്നുപോയി. And the glory has departed the church. എന്നാൽ സ്കോട്ട്ലൻഡിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ മേൽ തങ്കപ്രാവ് എപ്പോഴും അധിവസിക്കുമാറാകട്ടെ. And Scotland, the believers also worship the Lord in Scotland. Let the Spirit of the Lord
dwell among you. ഇന്ന് രാത്രി എന്റെ ആവശ്യം ഒരു ആത്മനിറവാണ്. And tonight my desire is to be filled by the Holy ഇന്ന് Spirit. രാത്രി ആത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്കാൻ എനിക്ക് ആവശ്യം. And tonight I would like to outpouring of the Holy ദൈവത്തിന്റെ Spirit. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വ്യാപരിക്കുമ്പോഴാണ് നിന്റെ സകല രോഗങ്ങളും സൗഖ്യമാകുന്നത്. Amen. When the Spirit of the Lord is coming upon you, your situation will change. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, 10 റേഡിയേഷൻ കൊണ്ടും 14 കീമോ കൊണ്ടും സാധിക്കാത്ത കാര്യം പരിശുദ്ധാത്മാവിന്റെ ഒരു മിന്നൽ കൊണ്ട് സാധിക്കും. And whatever is not possible by radiation and chemotherapy will be able to happen by one lightning of the Holy Spirit. ആത്മാവിന്റെ ഒരു നിമിഷത്തെ മിന്നൽ കൊണ്ട് ഏത് ട്യൂമറും ഏത് ക്യാൻസറും ഏത് മാരക രോഗവും മാറിപ്പോകും. In a fraction of the second, if the Spirit of the Lord is touching you, any kind of cancer or tumors can be disappeared. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ആവശ്യം ആത്മാവിന്റെ ഒരു അധിവാസമാണ്. And if that is the need, and if we need the anointing of the Holy എന്റെ Spirit, മുൻപിലിരിക്കുന്ന യുവജനങ്ങളോട് ഞാൻ പറയട്ടെ, let me tell the youngsters നിങ്ങൾ കേവലം പെന്തക്കോസ്തുകാരായിരിക്കാനല്ല. you should not be mere Pentecostals. Pentecost is an experience. Pentecost എന്ന് പറയുന്നത് ഒരു മതമല്ല, സംഘടനയല്ല. Pentecost എന്ന് പറയുന്നത് പരിശുദ്ധാത്മ നിറവിന്റെ അനുഭവമാണ്. Yes, Pentecost is not an organization. It is not a denomination. Hallelujah. It is an experience. സ്കോട്ട്ലൻഡിനെ മിഷണറിമാർ ഉണർത്തിയെങ്കിൽ, If the Lord has raised missionaries from Scotland, ഇംഗ്ലണ്ടിൽ നിന്ന് മിഷണറിമാർ വിദേശ രാജ്യങ്ങളിൽ വന്നെങ്കിൽ, if the missionaries have gone from England to foreign lands, ആഫ്രിക്കയെ ദൈവം ഡേവിഡ് ലിവിങ്സ്റ്റന് കൊടുത്തെങ്കിൽ, if Africa has received David Livingstone, വില്യം കേറിയയ്ക്ക് ദൈവം ഇന്ത്യയെ കൊടുത്തെങ്കിൽ, if India received William Carey, ഇന്ത്യയിൽ നിന്ന് ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന പണം സമ്പാദിക്കാനല്ല, UK ഈ രാജ്യത്തെ കർത്താവിന് വേണ്ടി നേടുവാനാണ്. and the Lord has brought you into this land not to make a lot of money, Hallelujah. but to save this nation for the Lord. കർത്താവേ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ എന്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. Can you pray that the Lord, you pour out your Holy Spirit on me? പൗലോസ് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? Paul asked them, have you received the Holy Spirit after believing? ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. And we have never heard about Holy Spirit. ഉടനെ താൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? And what kind of baptism you had? അത് യോഹന്നാന്റെ സ്നാനമാണ്. And that was John's baptism. പൗലോസ് പറഞ്ഞത് പോരാ, And that is not enough. യോഹന്നാൻ മാനസാന്തര സ്നാനമാണ് കഴിപ്പിച്ചത്. And he was giving you the baptism of repentance. തന്റെ പിന്നാലെ വരുന്ന മിശിഹായിൽ വിശ്വസിക്കണം എന്ന് യോഹന്നാൻ പ്രസംഗിച്ചു. And he instructed that the one who is coming after should be believed. ഇത് കേട്ടാറ് അവർ സ്നാനപ്പെടാൻ തയ്യാറായി. And after hearing this, they decided to take baptism. എനിക്കറിയത്തില്ല ഇന്ന് രാത്രി സ്നാനപ്പെടാത്തവരുടെ ഉണ്ടോ എന്ന്. And I don't know whether is anybody who has not taken baptism. ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടാൻ തയ്യാറാകണം. And if there is anybody who has not taken baptism, you must decide to take baptism. പൗലോസ് അവരെ കർത്താവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. And Paul baptized them in the name of the Lord. താൻ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. And he prayed over them. അപ്പോൾ സ്നാനത്തിന്റെ പുറകെ ഒരു കൈവപ്പും പ്രാർത്ഥന ഉണ്ട്. And after the baptism, there is a laying of hand and prayer. ഇന്ന് പലയിടത്തും ഇതൊന്നും ഇല്ല പ്രിയപ്പെട്ടവരെ. And in many of the places, such things are not happening. സൂട്ടും കോട്ടും ഒക്കെ നമുക്കുണ്ട്. And we have coats and all these things. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, വസ്ത്രത്തെക്കാൾ വലുത് ശരീരവും, And more than the dress, the body, ആഹാരത്തെക്കാൾ വലുത് ജീവനുമാണ്. and more than the food, that is life. നിന്റെ മേൽ ആത്മാവിന്റെ തൈലമില്ലെങ്കിൽ നീ എത്ര എന്തെല്ലാം ധരിച്ചാൽ ഒരു പ്രയോജനമില്ലെന്നാ പറഞ്ഞത്. If you don't have the anointing of the Holy Spirit, whatever you bear, it's not going to make any difference in your life. പൗലോസ് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. Paul laid his hand and prayed for them. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. And they received the Holy Spirit. അന്യ ഭാഷകളിൽ സംസാരിച്ചു. They began to speak in tongues. അപ്പോൾ ആത്മാവിനെ പ്രാപിച്ച് അന്യ ഭാഷകളിൽ സംസാരിക്കണം. And when you receive the Holy Spirit, you began to speak in tongues. ഈ ആത്മാവിന്റെ ബലം ധരിച്ചാലുള്ള ഗുണം പറയാം. And if you receive the power of the Holy Spirit, ദാവീദ് ശൗൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. David went to Saul, King Saul. ഗോലിയാത്തിനെ ഞാൻ നേരിടാമെന്ന് പറഞ്ഞു. And I'm going to go in front of Goliath. അപ്പോൾ ശൗൽ നോക്കിയപ്പോൾ ഇവനൊരു യൗവനക്കാരനാണ്. When the King Saul looked at David, he is a youngster. പക്ഷെ ഒരു പട്ടാളക്കാരന് വേണ്ട യോഗ്യതയൊന്നുമില്ല. And he did not have the qualifications and qualities of a soldier. ആയുധം ഉപയോഗിക്കാൻ അറിയത്തില്ല. He didn't know how to use a weapon. ശൗലിന്റെ പടച്ചട്ടയൊക്കെ ഇടിച്ചു നോക്കി. And he gave him the armor. ഞാൻ ഈ കോട്ടിട്ട പോലെയാ. Just like I'm wearing the coat. നമുക്ക് ശീലമില്ല. And I don't have the experience of using it. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ വരുമ്പോൾ ഇടാതിരിക്കാൻ ഒക്കത്തില്ല. And when I come to a country like this,
I have to wear it. ബാബു സക്രിയ പാസ്റ്റർ ഒരു ടൈ കെട്ടിക്കാൻ വളരെ ഉത്സാഹിച്ചു തന്നെ. Pastor Babu Zachariah, tried best to, make me wear a tie. നമുക്കൊരു ശീലമില്ലാത്തോണ്ട് ഒരു പ്രയാസം. And because I don't have the habit of using that, it's difficult for me. തണുപ്പുള്ള രാജ്യത്ത് നിങ്ങളെല്ലാം ഉപയോഗിച്ചോണം കേട്ടോ. And because it's a cold country, you have to use it. അപ്പോൾ ദാവീദ് പറഞ്ഞു ഇതൊന്നും എനിക്കൊരു ശീലമില്ലെന്ന് പറഞ്ഞു. And David said, I don't have the experience of using all these things. പിന്നെ നിനക്ക് എങ്ങനെ അറിയാം ഗോലിയാത്തിനെ നേടാൻ പറ്റുമെന്ന്? And how do you know that you will be able to defend Goliath? അത് പറയാം. And I can tell you. അതെനിക്ക് സാക്ഷിയുണ്ട്. And I have a testimony. സാക്ഷിയില്ലാത്തവനെ കൊണ്ട് ഒന്നും സാധിക്കുകയില്ലെന്ന്. And if you don't have a testimony, you won't be able to do anything. യോഗത്തെക്കാളും പ്രസംഗത്തെക്കാളും നീ പണം കൊടുക്കുന്നതിനേക്കാളും എല്ലാം വലുത് നിന്റെ ജീവിത സാക്ഷ്യമാണെന്ന് തിരിച്ചറിയണം. And more than giving money and whatever you're doing, your testimony in your life is more important. സാക്ഷ്യമാണ് more important. And the most important thing in life is the testimony. എന്താ നിന്റെ സാക്ഷ്യം? What is your testimony? എന്റെ അപ്പന്റെ ആടിനെ ഞാൻ മേയിച്ചോണ്ടിരുന്നപ്പം While I was tending the sheep, ഒരിക്കൽ ഒരു കരടി വന്നു. and a deer came to me. ഞാൻ അതിനെ ഓടിച്ചു. And I ward him away. അപ്പന്റെ ആടിനെ രക്ഷിച്ചു. And I saved the sheep. ചിലർക്ക് അപ്പന്റെ ആടും വിഷയമല്ല. And for many people, the sheep are not. എങ്ങനെ അറുത്ത് മാംസം തിന്നാമെന്നാ ചിലരുടെ ചിന്ത. And they're thinking how to, take the flesh and eat. അപ്പോൾ ആട് 100 ഉണ്ടായിരുന്നു ഏൽപ്പിച്ചപ്പം. And when it was given to them, there were 100 sheep. ഇപ്പോഴെങ്ങനുണ്ട്? And now how is it? 75. Now it is 75. ഒരു കൊല്ലം കൊണ്ട് 75 ആയി. And after 1 year it became 75. സെക്കൻഡ് ഇയറിൽ 50 ആവും. And the second year it will be 50. പോകാറാവുമ്പോഴത്തേനും അത് 25 ആവും. And when he's about to leave the place, it will be 25. ബാക്കി ആടന്തിയേ. And where are the rest of the sheep? 4 അങ്ങോട്ട് പോയി. 4 went that way. 10 ഇപ്പുറത്ത് പോയി. 10 went that way. ആ വേറെ 4 ഷാപ്പിൽ പോയി. And another 4 went to the pub. ആ പിന്നെ കുറെ എണ്ണത്തിന് ഞാൻ തിന്നു. And rest of it I ate. ആട് ചിലർക്ക് വിഷയമല്ല. And for some pastors, the sheep are not important. ആടിനെ കുറിച്ച് വിചാരപ്പെടുന്നവനാണ് ശരിയായ ഇടയൻ. And a true shepherd is the people, those who are, worried about the sheep. ഞാൻ നല്ല ഇടയനാകുന്നു. I'm the good shepherd. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. And a good shepherd laid down his life for the sheep. ആ ഇടയന്റെ ഭാരം ഏറ്റെടുത്തിരിക്കുന്ന കർത്തൃദാസന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for the servants of the Lord who has that kind of concern and the burden in their heart. യേശു ഒരിക്കലും ആടിനെ മോഷ്ടിച്ചില്ല. And Jesus never stolen the sheep. ഇപ്പൊ സഭയിലെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ചോദിച്ചാൽ ആടുമോഷ്ടാക്കൾ വളരെയുണ്ട്. And in nowadays we have so many sheep stealers. എങ്ങനെയാലും ഒരു സഭ തല്ലിക്കൂട്ടണ്ടേ? And somehow I have to make a church. അതിന് അവിടുന്ന് ഇവിടുന്നാണ് വേണ്ട 10 മോഷ്ടിച്ചെടുക്കുക. And somehow I get some sheep from here and there and create a church. ദൈവത്തിന്റെ വചനം നിന്റെ കയ്യിൽ തന്നിരിക്കുന്നെങ്കിൽ നീ ഒരാടിനെ മോഷ്ടിക്കാൻ പോകണ്ട. നീ ജീവന്റെ വചനം പ്രസംഗിക്കേ. നിന്റെ തൊഴുത്തിൽ ആടുകൾ എണ്ണത്തിൽ വർദ്ധിച്ചു പെരുകും. Amen. If your confidence in the Praise word of God, God. and if you preach the word of God in your cattle shed, there will be a lot of sheep coming in. ദാവീദ് പറഞ്ഞു പിന്നെ ഒരിക്കൽ സിംഹം വന്നെന്ന്. And in another time a lion came. ഈ പോരാട്ടത്തിന്റെ വലിപ്പം മനസ്സിലാക്കിക്കോണം. And you should understand the intensity of the struggle. സിംഹത്തോളം ശക്തിയുള്ളതല്ല കരടി. And the bear is not as strong as കരടിയെ ഞാൻ ഈസിയായി ജയിച്ചു. And I was able to defend a bear. എന്നാൽ പിന്നെ വന്നത് അതിന്റെ ഇരട്ടി 4 ഇരട്ടി പവർ ഉള്ളവനാ വരുന്നത്. And the second enemy was even more stronger than the previous one. കഴിഞ്ഞ വർഷത്തെ പോരാട്ടമല്ല നീ ഈ വർഷത്തിൽ നേരിടാൻ പോകുന്നത്. And the last year's struggle is not this year's struggle. Amen. Praise God. Yes. അതുകൊണ്ടാണ് നമുക്ക് ഇന്നലെയേക്കാൾ ഇന്ന് ശക്തി ആവശ്യമാണ്. That's why we need more power than yesterday. ഏലിയാവ് നേരിട്ട ഒരു തലമുറയെ അല്ല ഏലീശ നേരിടാൻ പോകുന്നത്. And Elijah is not handling a generation that Elisha has experienced. ഏലിയാവ് ശുശ്രൂഷിച്ച ഒരു തലമുറയിലല്ല ഏലീശ ശുശ്രൂഷിക്കാൻ പോകുന്നത്. Elisha is not going to minister to a generation where Elijah has served. അതുകൊണ്ട് ഏലിയാവ് ചോദിച്ചു നിനക്കെന്ത് വേണം? So Elijah asked Elisha, what do you require? എനിക്കൊരു കെട്ടിടം വേണമെന്ന് പറഞ്ഞില്ല. He did not say I want a building. എനിക്ക് 4 വിസ വേണമെന്ന് പറഞ്ഞില്ല. He did not say I want some visas. എനിക്ക് വേണ്ടുന്നത് നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ ഇരട്ടി പങ്കാണ്. I want the double portion of the power Praise within you. God. ഒരു ഇരട്ടി പങ്കാണ് എനിക്ക് ആവശ്യം. I want a double portion of the power. അതെ ദൈവത്തിന്റെ മക്കളെ വർദ്ധിച്ചു വരുന്ന പോരുകളുടെ നടുവിൽ നിൽക്കുവാൻ ഒരു ഇരട്ടി പങ്കാണ് നമുക്ക് ആവശ്യം. In the midst of the struggle that is ever rising, you need the double portion of the power. പിന്നെ വന്നതൊരു സിംഹം.
And the second time a lion came. അപ്പോൾ ഞാൻ എന്തോ ചെയ്തു? And what did I do? അതിന്റെയും വായിൽ നിന്ന് എന്റെ അപ്പന്റെ ആടിനെ രക്ഷിച്ചു. And I managed to rescue the sheep from his mouth. അപ്പോൾ രണ്ട് സാക്ഷ്യമായി. And there are two testimonies. അതിന്റെ വായിൽ നിന്ന് എന്റെ അപ്പന്റെ ആടിനെ ഞാൻ രക്ഷിച്ചു. And I was able to rescue the sheep from his mouth. പിന്നെ ദാവീദ് പറയുന്ന ഒരു ആശയമുണ്ട്. And after that David say another thing. എന്റെ അപ്പന്റെ ആടിനെ സിംഹത്തിന്റെ വായിൽ നിന്ന് ഞാൻ രക്ഷിച്ചു, എന്നാൽ പിന്നെ അത് എന്റെ നേരെ വന്നു. And I saved the Praise God. sheep from the mouth of the lion, but later on the sheep came against me. പലർക്കും വേണ്ടി പ്രാർത്ഥിച്ച് വിടുതലുണ്ടായി. And I prayed for several people, and then David. പലരുടെയും ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീ അഴിച്ചു. In the name of Jesus, you take away the bondage of people. നീ കാലുകുത്തിയെടുത്ത് ദൈവം സഭ നിന്നു. And wherever you placed your leg, you received the. യേശുവിന്റെ നാമത്തിൽ ദൈവം നിന്നെ ഉപയോഗിച്ചു. And the Lord used you mightily. എന്നാൽ പിന്നെ അത് നിന്റെ മേലെ വരുമ്പോൾ നീ എന്തോ ചെയ്യും? And when they are coming against you, what will you do? നിന്റെ നേരെ വരുമ്പോൾ എന്ത് ചെയ്യും? What will you do when they are coming against you? Praise God. അപ്പോൾ ദാവീദ് പറയുകയാ, അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിന്റെ വായ്ക്ക് പിടിച്ചതിനെ ചിന്തിക്കളഞ്ഞു. When it came against me, I just tore it off. Amen. Amen. ആത്മാക്കളെ ബന്ധികളാക്കുന്ന, അടിമപ്പെടുത്തുന്ന, രോഗമെന്ന ബാധയിട്ട് പോരാടുന്ന അന്ധകാര ശക്തികളുടെ മേലെ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കാനാ ദൈവം നിങ്ങളെ ഈ രാജ്യത്താക്കിയിരിക്കുന്നത്. The Lord has brought you to this land. Amen. So that you will be able to take victory Praise. over the power of the enemy that is going to bring the bondages on the people. അതിൽ ഒന്നിനെ പോലെ ദൈവം ഇവനെയും ആക്കുമെന്നാ പറഞ്ഞത്. And just like one of them, the Lord will make you. ആയുധം വേണ്ട, I don't need any weapon. പടച്ചട്ട വേണ്ട, I don't want any armor. അതെ, തനിക്ക് യുദ്ധാഭ്യാസമില്ല. I don't have any training. എന്നാൽ ദാവീദിന്റെ മേൽ ഒന്നുണ്ടായിരുന്നു. But there was one thing on David. തന്റെ തലമേൽ അഭിഷേക തൈലം ഉണ്ടായിരുന്നു. And he had the anointing Praise of the God. oil. കരങ്ങൾ നടിച്ച് കർത്താവിന് Let's മഹത്വം all clap our കൊടുത്താട്ടെ. hands and worship the Lord together. ദാവീദിന്റെ മേൽ അഭിഷേകം ഉണ്ടായിരുന്നു. He had the anointing. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത എല്ലാ സഹോദരങ്ങളും എല്ലാ യുവതി യുവാക്കളും ഈ കൺവെൻഷനിൽ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം. All the youngsters, those who are not received the Holy Spirit, would receive the Holy Spirit and worship the Lord. Praise God. പേര് കൊണ്ടൊരു പെന്തക്കോസ്തുകാരനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പെന്തക്കോസ്തിന്റെ അനുഭവമുള്ളവനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I do not want to be a Pentecostal by name. I would like to have the experience of the Pentecost. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. Shall we raise our hands and worship the Lord together? അപ്പോൾ ഒരു ക്രിസ്തീയ സഭാവിശ്വാസിക്കുണ്ടായിരിക്കേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? And what are the minimum qualification a believer should have in ഒന്ന്, his നീ life? മനസ്സാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. First of all, you should believe in the Lord by repentance. രണ്ട്, നീ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ മാമോദിസ സ്വീകരിക്കണം. And you have to receive the baptism in the name of the Father, Son, and the Holy Ghost. മൂന്നാമതുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ, And the third qualification, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നീ നിറയണം. and you have to be filled by the Holy Spirit. സെഗിയോൻ മാളികമുറിയിൽ പകർന്ന ആത്മാവ് And the Spirit that was poured out in the house in Mark's house, അത് കരേറിപ്പോയില്ല. and it did not go up. മനസ്സിലായ? ആത്മാവ് തിരിച്ചു പോയില്ലെന്ന്. The Spirit did not go back. ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിച്ചാൽ When we study the book of Acts, മൂന്ന് പ്രത്യേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. we can understand three important things. ഒന്ന്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗത്തിലോട്ട് പോയി. And the risen Lord went up to heaven. അതെ. രണ്ട്, പരിശുദ്ധ റൂഹ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. And the Spirit of the Lord came down to the earth. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? Do you understand what? ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗത്തിലോട്ട് പോയി. The risen Lord ascended to the heaven. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. The Holy Spirit came down to the earth. ആത്മാവിനെ പ്രാപിച്ച സഭ പുറത്തേക്ക് പോയി. And the church that received the Spirit Praise went God. out of the church. യേശു സ്വർഗത്തിലോട്ട് പോയി. Jesus went to heaven. ആത്മാവ് ഭൂമിയിലേക്ക് വന്നു. The Spirit came down to the earth. ആത്മാവിനെ പ്രാപിച്ച സഭ സുവിശേഷവുമായി വെളിയിലേക്ക് പോയി. And the church that received the Amen. Spirit went out to the world. അങ്ങനെ യുകെയിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നു. And the Lord has brought you to UK. സ്കോട്ട്ലൻഡിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നു. The Lord brought you to Scotland. ഗ്ലാസ്ഗോയിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നു. The Lord brought you to ആത്മാവിനെ Glasgow. പ്രാപിച്ച ദൈവമൈതലേ, നീ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം പറയണം. And those who have received the Spirit should give testimony of the gospel. ആമേൻ. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവ് സെഹിയോനിൽ ഇറങ്ങി. And the Spirit of the Lord came down to this place. അതേ പരിശുദ്ധാത്മാവ് ശമരിയയിൽ ഇറങ്ങി. And the same Spirit of the Lord came to Samaria. അതേ പരിശുദ്ധാത്മാവ് കൊർന്നല്യോസിന്റെ വീട്ടിൽ വ്യാപരിച്ചു. And the same Spirit of the Lord was in the house of Cornelius. അതേ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കൂടിയിരുന്നവരുടെ മേൽ അധിവസിച്ചു. And the same Spirit of the Lord was poured out on the people, those who were gathered. ചുരുക്കത്തിൽ
പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് യെരൂശലേമിലേക്ക് ഒഴുകി. And in short, the Spirit of the Lord came from heaven to Jerusalem. അവിടെ നിന്ന് ആത്മാവ് സിറിയയിലെ അന്ത്യോക്യയിലേക്ക് ഒഴുകി. And the Spirit moved to Syria in Antioch. അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് സൈപ്രസ് ദ്വീപിലേക്ക് ഒഴുകി. And the Spirit moved to Cyprus. അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് ഗലാത്യ പീഠഭൂമികളിലേക്ക് ഒഴുകി. And from there he moved to the Asia Minor and Galatia. അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് യൂറോപ്പിലേക്ക് ഒഴുകി. And from Galatia Amen. he moved to Europe. അവിടുന്ന് അഖായയിലേക്ക് ഒഴുകി. And from Europe to Achaia. അവിടെ നിന്ന് തെസ്സലോനിക്കയിലേക്ക് ഒഴുകി. From Achaia to Thessalonica. ചുരുക്കത്തിൽ അന്നത്തെ ലോക സാമ്രാജ്യമായിരുന്ന റോമയുടെ തലസ്ഥാന നഗരിയിൽ പരിശുദ്ധാത്മാവ് കടന്നു ചെന്നു. And eventually the Spirit of the Lord moved to the center Praise of the God. Roman world, that is Rome. ആ ആത്മാവ് തിരിച്ചു പോയിട്ടില്ല. The Spirit of the Lord has ആ not ആത്മാവ് departed. മടങ്ങിപ്പോയിട്ടില്ല. That Holy Spirit has not ഇന്ന് gone back. രാത്രിയിലും ആത്മാവ് നമ്മുടെ മധ്യേ പരിവർത്തിക്കട്ടെ. Oh, the same Spirit of the Lord Praise is God. available for you ആത്മാവിൽ tonight. ദൈവത്തെ ആരാധിക്കട്ടെ. Tonight let's worship the Lord in the നിന്റെ Spirit. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം ഉണ്ടാകട്ടെ. And within your heart you may receive the Praise presence of the God. Holy Spirit. നമ്മുടെ പാട്ടാത്മാവിലാകട്ടെ. Let our worship maybe in the ഹല്ലേലൂയ. Spirit. Amen. നമ്മുടെ നൃത്തം ആത്മാവിലാകട്ടെ. Let our dance maybe in the നമ്മുടെ Spirit. പ്രാർത്ഥന അന്യഭാഷകളിലാകട്ടെ. Let our prayer maybe in the നീ Spirit. നിർജീവനായിട്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. The Lord നീ does not want you to be ആത്മാവിൽ idle. ദൈവത്തെ ആരാധിപ്പാനാണ്. The Lord has called you to worshiper. ഹല്ലേലൂയ. Hallelujah. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. All those who are saved and has baptized should receive the Spirit. ഒരിക്കലും ദൈവദാസൻ പറഞ്ഞു, വേർപാട് സഭയിൽ ചെന്നാൽ ഒറ്റ പെന്തിക്കോസ്തുകാരനെ കാണുകയെന്ന് പറഞ്ഞു. Once somebody said like that, if you go to a Brethren church, you will not find any Pentecost. അവിടെ ഇരിക്കാനും ഒക്കത്തില്ല. And you won't be able to survive there. നമ്മളവിടെ പെന്തിക്കോസ്തുകാരനാണെന്നും പറഞ്ഞിരുന്നാൽ അവരോട്ട് ഇരുത്തുകയില്ല. And if you identify yourself as a Pentecostal, the Brethren people won't tolerate you. അപ്പോൾ ബ്രദറൻ സഭയിൽ ഒറ്റ പെന്തിക്കോസ്തുകാരനുമില്ല. And in a Brethren church, there is no Pentecostal. എന്നാൽ പെന്തിക്കോസ്ത് സഭയിൽ 60% ബ്രദറുകാരാണ്. In most of the Pentecostal churches, 60% Praise is the Lord. Brethren people. 60% ബ്രദറുകാരാ. 60% of them are Brethren people. നമുക്ക് ആളെ കൂട്ടണമെന്നാ ഇപ്പോഴത്തെ ചിന്ത. And only aim is to gather number of people. എന്ത് രാഷ്ട്രീയം കളിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ആളെ കൂട്ടണം. And somehow, whatever politics you play, you have to gather a good number of people. വേണ്ടി വന്ന ഉമ്മൻചാണ്ടിയെ നമ്മുടെ യോഗത്തിനൊന്ന് കൊണ്ടുവന്നാണെങ്കിലും വേണ്ടില്ല, 10 പേരെ കൂട്ടണം. And even if you have to bring Ummanjandi, you have to, get some people. ഇനി നരേന്ദ്രമോദിയെ കിട്ടുമെങ്കിൽ അതിനും കുഴപ്പമില്ല, ആളെ കൂട്ടിയാ മതി. And even if you want to go for Narendra Modi, you have to get people around. ആലപ്പുഴ ഭാഗത്ത് ചില ആളുകൾക്കിടെ കൈയിലും കാലിലും വലിയ വളർച്ചയാ. In the Alapi, some of the people have excessive growth on their hands and legs. നമുക്ക് തോന്നി എന്തൊരു വണ്ണമാടോ ഇവന്. And you may wondering, how fat these people are. കൈയുടെ വണ്ണം കണ്ടില്ലേ Look at their hands. എന്ന് പറഞ്ഞാൽ വണ്ണം അത് മന്ദാണെന്ന്. It is filaria. ഇതുപോലെയാണ് ഇന്ന് സഭകൾക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം. And this is a problem with the church today. അത് ആരോഗ്യപരമായ വളർച്ചയല്ല. It is not a healthy growth. അത് വെറും ഒരു വീർപ്പാണ്. It is just a swelling. മന്ത് വന്ന് വീർത്തിരിക്കുക. It is a filaria. അവന് നടക്കാൻ പോലും വയ്യ. He can't even walk. എന്നാൽ സഭയുടെ ആവശ്യം മന്ത് വന്ന് വീർക്കുന്നതിന് തുല്യമായ വളർച്ചയല്ല, ആരോഗ്യപരമായ വളർച്ചയാണ് സഭയ്ക്ക് ആവശ്യം. The church should grow Praise not God. like a disease, but a healthy growth. ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവുമാ. And this road is very narrow. ഇതുവഴി ആര് കടക്കുമെന്നാ ചോദിക്കും. And who can go through this narrow gate? വിശാലമായ വഴി അപ്പുറത്തുണ്ട്. And there is another road that is very broad. അവിടെ എല്ലാം ഉണ്ട്. And everything is അവിടെ available. പബ്ബുണ്ട്, There is pub, അവിടെ വലിക്കാനുണ്ട്, cigars, അവിടെ സിനിമാശാലയുണ്ട്, there is cinema അവിടെ theater, ഡ്രാമശാലയുണ്ട്, and drama. അവിടെ എല്ലാം ഉണ്ട്. Everything is available. നിന്റെ ജഡത്തിന് വേണ്ടുന്നതെല്ലാം വീതിയുള്ള വിശാലമായ വഴിയിലുണ്ട്. And whatever your flesh needs is available there. എന്നാൽ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിലൂടെ ആര് കടക്കും? And who can go to this narrow Yes. gate? വിശാലമായ വഴിയിലൂടെ പോകുന്നവർ അനേകരാണ്. And the people, those who go through the broad road is many. അതിന്റെ അവസാനം നാശമാണ്. And the end of that is destruction. എന്നാൽ കഷ്ടതയുടെയും ഞെരുക്കത്തിന്റെയും ഉപദ്രവത്തിന്റെയും പീഡനങ്ങളുടെയും കൂടെ ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്നവർ ചുരുക്കം, അതിന്റെ അവസാനം നിത്യജീവനാണ്. And when you go through the narrow gate, it is Amen. full of persecution, trouble, Hallelujah. and the end of it is eternal life. ഈ അനുഗ്രഹിക്കപ്പെട്ട പാതയിൽ ദൈവം നമ്മെ വിളിച്ചാക്കിയ ദൈവകൃപയ്ക്കായിട്ട് ഒരു ഹല്ലേലൂയ മനസ്സ് തുറന്ന് പറയാമോ? Can you say sincerely, Praise praise the the Lord, Lord. that He brought us to this Praise narrow the road? Lord. Amen. മഠത്തിൽ സേവനത്തിന് പോയ
ഒരു കന്യാസ്ത്രീയെ കർത്താവ് വിളിച്ചിറക്കിയെങ്കിൽ അത് വളരെ ഇടുങ്ങിയ പാതയിലൂടെ ഒക്കത്തുള്ളൂ. And if God Praise the can Lord. call out a nun from a nunnery, it can only happen through a very narrow road. കത്തോലിക്കർ കൊന്നുകളയാഞ്ഞത് ഭാഗ്യം. And it is Praise the a Lord. great blessing that they did not kill her. ക്രിസ്തുവിന്റെ സാക്ഷിയാക്കി ദൈവം നിർത്തുന്നു. And the Lord is able to make ഈ a stand വഴി as a witness വളരെ for him. ഇടുക്കവും ഞെരുക്കവുമാണ്. Oh, this is a very narrow road. ആരിതിലെ കടന്നിടും? Who will go through this road? തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാ ദൈവമക്കളെ. And those who are chosen Amen. are very few. അതുകൊണ്ട് സംഘടന വളർത്താനല്ല ദൈവം നിന്നെ വിളിച്ചത്, സഭ വളർത്താനായിട്ടാണ്. And you are not called to Amen. make the organization Amen. go, but to build the church. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. And on this rock I will build my church. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. The gates of hell will not prevail over it. പാതാള ഗോപുരം സംഘടനയെ ജയിക്കും. And the gates of hell will be able to പാതാള prevail over organization. പാതാള ഗോപുരങ്ങൾ വ്യക്തികളെ കീഴടക്കും. It will overcome people. എന്നാൽ ക്രിസ്തുവിന്റെ സഭയെ ജയിക്കാൻ ഒരു അന്ധകാര ശക്തിക്ക് കഴിയുകയില്ല. And to know that Praise the powers God. of darkness will not be prevail over the church. നീ സംഘടനയുടെ മെമ്പർ എന്നതിനേക്കാൾ ഉപരി ഞാൻ യേശു ക്രിസ്തുവിന്റെ മാർമിക ശരീരമായ സഭയുടെ അംഗമെന്ന് പറയുന്നതിലാണ് സന്തോഷിക്കേണ്ടത്. You should be happy that you're part of the church more than being the part of an organization. പരിശുദ്ധാത്മാവിനെ കർത്താവ് വാഗ്ദത്തം ചെയ്തു. And God promised the Holy Spirit. എല്ലാവർക്കായിട്ടും വാഗ്ദത്തം And ചെയ്തിരിക്കുകയാണ്. it's promised to everyone. പക്ഷെ എല്ലാവരുടെ മേലും പകരുന്നില്ല. And it is not given to everybody. മാനസാന്തരപ്പെട്ട് Those who are repented സ്നാനപ്പെട്ട് and baptized, വേർപാടിന്റെ നിയമത്തിലേക്ക് വരുന്നവരുടെ മേൽ and those who separate themselves, ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ പകരുന്നു. He will pour out His Holy Spirit. ആമേൻ. Amen. അപ്പോൾ ഒരു സഭാംഗത്തിനുണ്ടായിരിക്കേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ ആണ് മാനസാന്തരം, സ്നാനം, ആത്മസ്നാനം. And the minimum qualification a believer should have is repentance, baptism, and the infilling of the Holy Spirit. ചിലരുടെ വിചാരം ഇരിക്കുന്നത് പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞാല് ഹിസ്റ്റീരിയ ആണെന്നാണ്. And many people think that Pentecostal means a kind of history. അങ്ങനെ പറഞ്ഞിരുന്ന കാലമുണ്ട്. There was a time people mocked Pentecostals in that way. അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഒരുതരം ഭ്രാന്താണെന്ന് പറഞ്ഞിരുന്ന കാലമുണ്ട്. And those who are speaking in tongues is a craziness. എന്നാൽ അനുഭവമുള്ള ദൈവമക്കൾക്കറിയാം ഇത് ഹിസ്റ്റീരിയ അല്ല, ഇത് ഭ്രാന്തുമല്ല. And the people, those who have this Yes. experience, can understand it is not a hysteric experience. ചിലരുടെ ചിന്തയിരിക്കുന്നത് താളമേളങ്ങളുടെ കൊഴുപ്പിലുണ്ടാകുന്ന ഒരു വൈകാരിക പ്രകടനമാണ് ആത്മനിറവെന്നുള്ളതാണ്. And many people think that, the infilling of the Holy Spirit is an emotional stirring up through the help of the musical instruments. ചിലടത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. And in many places it ഈ is. താളമേളങ്ങളുടെ കൊഴുപ്പിലാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ഡ്രമ്മിന്റെ കോല് താഴെ പോകുമ്പോൾ നിൽക്കുകയാണെങ്കിൽ അത് താളമേളങ്ങളുടെ കൊഴുപ്പാണ്. And we can test it by seeing Praise the Lord. if the stick fell off from the hand of the drummer, and if all the worship can come to a standstill, it is not Holy എന്നാൽ Spirit. കീബോർഡ് നിന്നാലും Even if the keyboard stops, ഡ്രമ്മടി നിന്നാലും even if the drum stops, ആത്മാവിൽ ചലിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കും. and a person who is filled by the Holy Spirit Amen. will worship the Lord in the Spirit, he will continue to worship. പെന്തിക്കോസ്തിന്റെ ആരംഭകാലം അറിയാവുന്ന ചുരുക്കം പേരെ ഇവിടെ കാണത്തുള്ളൂ. And probably there are very few people who understand the beginning time of the Pentecost. നിങ്ങൾക്കറിയാമോ, ആരംഭകാലത്ത് നമ്മുടെ പിതാക്കന്മാർക്ക് വലിയ ഹോളുകളൊന്നുമില്ലായിരുന്നു, ചെറിയ കൂരകൾക്കകത്ത് അവർ ആരാധിച്ചിരുന്നത്. And our fathers did not have magnificent halls. They were worshiping the Lord in small huts. അവിടെ കീബോർഡ് ഇല്ലായിരുന്നു, ഡ്രം സെറ്റ് ഇല്ലായിരുന്നു, മൈക്ക് സെറ്റ് ഇല്ലായിരുന്നു, ഒരു വാദ്യോപകരണങ്ങളും അവർക്കില്ലായിരുന്നു. They did not have any musical instruments like keyboard or drums or guitar or PA system. ആകെ അവർക്കുണ്ടായിരുന്നത് ഒരു വശത്തെ തോല് പൊട്ടിയ ഒരു തമ്പേർ മാത്രം. And the only thing that they had is a drum Yes. with one side broken. ആ പൊട്ടിയ തോല് മാറാൻ അപ്പച്ചന്മാരുടെ കാശില്ല. And they did not even have the money to change the skin. പിന്നെ ചിലരത് ടേപ്പ് വെച്ച് ഒട്ടിച്ച് പിന്നെ അതിനെ ഡുണ്ടും അടിച്ചോണ്ടിരുന്നു. And they managed by putting a tape and began to എന്നാൽ worship the Lord. നിങ്ങൾക്കറിയാമോ, ഇന്നെല്ലാം ഉണ്ടെങ്കിലും ഇന്നില്ലാത്ത ഒന്ന് അന്നുണ്ടായിരുന്നു. And even Amen. though we have everything, there is Amen. something that they had which we do not have. അവർ രണ്ട് വിശ്വാസികൾ ഒന്നിച്ചു കൂടി 10 കമ്പിയുള്ള വീണകൾ ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ സമയം പോകുന്നത് അവരറിയുന്നില്ല.
when they came, ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളില് മറുഭാഷകളില് അവർ ദൈവത്തെ ആരാധിക്കുകയും കൃപാവരങ്ങൾ അവിടെ ജ്വലിക്കുകയും എത്ര കഠിനമേറിയ രോഗി വന്നാലും അവൻ സൗഖ്യത്തോടെ മടങ്ങുകയും ചെയ്യുമായിരുന്നു. when they came together, they just clapped their hands and worshiped the Lord. And the Spirit of the Lord was so powerfully pouring out in the midst, and the people who were so sick were being healed in their midst. ഇന്ന് ദൈവം നമുക്ക് എല്ലാ വാദ്യോപകരണങ്ങളും തന്നിരിക്കുന്നു. The Lord has given the musical instruments. നമ്മളെല്ലാം വായടച്ചിരിക്കും. And we keep our mouths shut. കൊയർ പാടട്ടെ. And let the choir sing. കൊയർ പാടട്ടെ. Let the choir sing. കീബോർഡ് വായിക്കട്ടെ. Let them play the ഡ്രം keyboard. സെറ്റ് അടിക്കട്ടെ. And let the drums ഞങ്ങൾ be played. ഇതെല്ലാം ആസ്വദിക്കാൻ വന്നിരിക്കുക. We have come to entertain, get entertained by യാഗത്തിന്റെ this. മേധസ് നീ തിന്നരുത്. And you should not eat the flesh. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. How many of you understand? യാഗത്തിന്റെ മേധസ് മുഴുവൻ യാഗപീഠത്തിൽ ദഹിപ്പിക്കപ്പെടണം. The entire flesh and the fat should be, it should be cooked in the sacrifice. ആരാധകൻ വരുന്നത് ആരാധന ആസ്വദിക്കാനല്ല, ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിനെ ആരാധിക്കുവാനാണ്. A worshipper is not coming to enjoy the worship, but he comes to glorify Jesus. അതിന് സഹായമായി കൊയർ പാടുന്നു. And the choir is helping. അതിന് സഹായമായി വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നു. And to help in that, you can use the musical. അവരോടൊരുമിച്ച് ആത്മാവിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത്. When we worship the Lord sincerely, along with all this accompaniment, the Spirit of the Lord comes out into our midst. Hallelujah. Amen. നമ്മൾ ഇന്ന് സാധാരണ ഒരു യോഗത്തിന് വന്നാല് ഒരു 3-4 പ്രാവശ്യമെങ്കിലും അധ്യക്ഷൻ അല്ലെങ്കിൽ കർത്തൃദാസന്മാര് പറയും മുന്നോട്ട് അടുത്തിരുന്നാട്ടം, മുന്നോട്ട് അടുത്തിരുന്നാട്ടം. We usually go for a meeting. The people, those who are leading the meeting, have to say at least 3 times, can you come forward, please? എന്തിനാ ഈ അടുപ്പിച്ചിരുത്തുന്നറിയാവോ? Do you know why they are asking you to come closer? കത്തുന്ന ഒരു കൊള്ളിയുടെ അടുക്കൽ ഇരിക്കുന്ന കൊള്ളിയിലെ തീ കയറി പിടിക്കത്തുള്ളൂ. And the fire will be transferred from only the firewood that is burning. അടുത്തിരിക്കുമ്പോൾ ഠാന്ന് കയറി പിടിക്കുക. And when the firewood is burning, when something is coming near to that, the fire catches. And it is far away, it won't burn. ആത്മനിറവുള്ളവന്റെ അടുക്കൽ ഇരുന്നാൽ മതി നിന്നിലൊരു ശക്തി വ്യാപരിക്കും. I mean, if you're sitting near to the person who is filled by the Holy Spirit, and the Spirit of the Lord will be poured out on you. ദൈവമക്കളെ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം കാര്യങ്ങൾ. We must understand these things. നമ്മൾ അകലം വിട്ട് യേശുവിനെ അനുഗമിക്കരുത്. And we should not be following Jesus in a distance. ചേർന്നിരിക്കണം യേശുവിനോട്. I mean, you should go closer to Jesus. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ, and because he is closer to me, ഞാൻ അവനെ വിടുവിക്കും. I will save him. ദീർഘായുസ്സോടെ ഞാൻ അവനെ തൃപ്തി വരുത്തും. And I will satisfy him. ഇന്ന് രാത്രി ഈ യോഗത്തിൽ ഒരുവൻ എഴുന്നള്ളി വന്നിട്ടുണ്ട്. And tonight one has come to our midst. അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവ് തന്നെ. It is nobody else but Jesus. അവനോടൊന്ന് ചേർന്നിരിക്കാൻ. Can we come closer to him? ഒന്നാളി കത്തുവാൻ. And let's burn. അത് പുകയൊക്കെ ഒന്ന് മാറിയിട്ട്, and leaving all the smoke, കരിങ്കട്ട എന്നുള്ള സ്വഭാവം മാറിയിട്ട്, all your situation may നീ change. ഒരു തീക്കട്ടയായിട്ട് ഈ കൺവെൻഷൻ മുഖാന്തരം മാറണം. Oh, because of this meeting you may become a firebrand. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. And each and every one of us may be filled by the Holy Spirit. Hallelujah. Hallelujah. Amen. Amen. പരീക്ഷിക്കപ്പെടണം. You have to be saved. സ്നാനപ്പെടണം. You have to take baptism. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. Be filled by the Holy Spirit. ഈ വിധത്തിൽ സ്ഥാപിതമായ 12 പേരെ കൊണ്ട് സ്ഥാപിതമായ സഭയാണ് എഫെസോസിലെ സഭ. And 12 disciples came together. 12 people came together and established the church in Ephesus. ആ സഭയ്ക്ക് പൗലോസ് എഴുതിയ ലേഖനമാണ് എഫേസ്യ ലേഖനം. And the letter to Ephesians is written by Paul to these people. അപ്പോൾ നമ്മൾ ഇത്രയും പേരെ ഉള്ളെന്നൊന്നും വിചാരിച്ച് എനിക്ക് തോന്നുന്നു എന്റെ ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ബാബു സക്രിയ പാസ്റ്റർക്ക് ചില പ്രയാസം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നു. എല്ലായിരിക്കും ആള് പറഞ്ഞു പോയെന്നൊന്നും ഇല്ലല്ലോ. അതായത് 12 പേരെ കൊണ്ട് സ്ഥാപിതമായ എഫെസോസിലെ സഭ വളർന്നങ്ങ് വർദ്ധിച്ചു. The Ephesian church that started with 12 people began to grow. ഇവിടെ അതിന്റെ എത്ര ഇരട്ടി ഇരിപ്പുണ്ട് ഇപ്പൊ. And there are much more people than that. 12 പേർ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിച്ചത് ബൈബിളിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ എഴുതിയെങ്കിൽ ഇത്രയും ആളുകൾ ഇവിടെ വന്നിരുന്ന് ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും വന്ന് ആരാധിക്കാൻ തയ്യാറായാൽ, യഥാർത്ഥത്തിൽ ആത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് ഇവിടെ ഉണ്ടായാൽ ഇത് സ്കോട്ട്ലൻഡിന്റെ ഒരു ചരിത്രമായിട്ട് മാറും. If the 12 people came together and the church is established, praise and the Lord. The Bible, when so many people worship the Lord, and if the Spirit of the Lord is moving in our midst, it will become part of the history of Scotland. Amen. Amen.
മക്കളെ, സഭയ്ക്കുണ്ടായിരിക്കേണ്ട, സഭാംഗങ്ങൾക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളിൽ 3 പറഞ്ഞങ്ങ് വിടുവാണ്. And let me leave by saying these 3 qualifications. ആ സഭയ്ക്ക് പൗലോസ് റോമൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് എഴുതി അയക്കുന്ന, കൊടുത്തയക്കുന്ന ലേഖനമാണ് എഫേസ്യ ലേഖനം. And from the prison of Rome, Paul sent this letter to Ephesians. എഫേസ്യ ലേഖനത്തിന് 6 അധ്യായങ്ങളാണ് ഉള്ളത്. 6 chapters in Ephesians. ഓരോ അധ്യായത്തിലും 7 പ്രധാന വിഷയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. Each chapter has 7 important themes. 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിലൂടെയുള്ള 7 അനുഗ്രഹങ്ങളാണ് എഴുതിയിരിക്കുന്നത്. And in the first chapter it talks about 7 blessings by the Jesus 3-ാം Christ. വാക്യത്തിൽ ഇത് ആരംഭിച്ചു. And it starts in verse 3. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന അവന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. And I thank the Lord Amen. who has blessed us through all the blessings from heaven. ചിലര് പ്രാർത്ഥിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. And I have heard people praying like this. ആത്മാർത്ഥതയോടെയുള്ള പ്രാർത്ഥന, അതിന് സംശയമൊന്നുമില്ല. Definitely it's a sincere prayer. കർത്താവേ, സ്വർഗ്ഗത്തിലെ സകല ഭൗതിക നന്മകളാലും ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. With all the material blessings of the heaven, you may bless them. മക്കളെ, സ്വർഗ്ഗത്തിൽ ഭൗതിക അനുഗ്രഹങ്ങൾ ഇല്ലെന്ന് മനസ്സിലാക്കണം. We must understand there is no material blessings in heaven. അതൊക്കെ ഇവിടെ ഉള്ളൂ. It is only here now. ഇവിടെ ദൈവം നമുക്ക് ആവശ്യത്തിനുള്ളത് തരും. And the Lord will give us what you require. പ്രോസ്പെരിറ്റി പ്രസംഗിച്ച് നടക്കുന്ന ഒത്തിരി ആളുകൾ ഇന്നുണ്ട്. There are so many people who preach prosperity. നീ സ്വപ്നം കാണുന്ന കാർ നിനക്ക് തരിക. And you will receive the car that you are അതിന് dreaming for. നിറമെന്തായിരിക്കണമെന്ന് നീ പറ. And you pronounce what color it should be. നീ നടന്നു വരിക, മോട്ടോർ ബൈക്കിൽ പോവുക. And you come by walking and go by motorbike. മോട്ടോർ ബൈക്ക് വരിക, കാറിൽ പോവുക. And you come by motorbike and go by car. ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്നൊരു ചിന്ത പറയാം. And whenever I see this, this thought come to my ഞാൻ mind. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് While I was studying in the school, ഈ കൺകെട്ട് വിദ്യക്കാരെ സ്കൂളിൽ കൊണ്ടുവരുവാൻ I've seen magicians coming to the school. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. But I've seen magicians. കടലാസ് അങ്ങോട്ട് വിഴുങ്ങുക, And they will swallow paper. 100 രൂപ നോട്ട് തുപ്പുക. And they'll be spitting 100 rupee currency. ഞാൻ പല പ്രാവശ്യം സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. I've seen this happening in the school. അവൻ കടലാസ് വിഴുങ്ങി തുപ്പുന്നത് 100 രൂപ നോട്ട്. And they swallow paper and they spit currency. കടലാസ് വിഴുങ്ങി 100 രൂപ നോട്ട് തുപ്പിയേച്ച് ഇവൻ പിച്ചപാത്രമായിട്ട് നടക്കുക 25 പൈസ മേടിക്കാൻ. And if he is able to spit currency and he is going and begging for 10p. മനസ്സിലായോ പറഞ്ഞത്? എത്ര പേർക്ക് മനസ്സിലായി? എനിക്ക് നമ്മുടെ ആൾക്ക് പിടികിട്ടിയാലെന്ന് തോന്നുന്നു. Praise the Lord. If you understood this, പ്രോസ്പെരിറ്റി പ്രസംഗിക്കും. he will be preaching prosperity. എന്നിട്ട് പറയും നിന്റെ കഴുത്തെ കിടക്കുന്ന മാല കൂടെ ഇന്നിടണോന്ന് പറയും. And they'll be asking for the chain that you're wearing. ഇതൊക്കെ വേറെ സുവിശേഷമാണ്. All these are other gospel. ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു സുവിശേഷം, ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തിൽ നിന്ന് മാലാഖയാകട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. And even if the angel from heaven or anybody who come and preach the gospel which we have not preached to you, let them be cursed. പ്രോസ്പെരിറ്റി അല്ല നമ്മുടെ വിഷയം, പ്രൊവർട്ടിയും അല്ല നമ്മുടെ വിഷയം. And our subject is not prosperity or poverty. നിന്റെ പ്രൈമറി നീഡ്സ് ദൈവത്തോട് നിനക്ക് ചോദിക്കാം. And you can ask for your primary requirements. അതാണ് മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും കർത്താവ് നിനക്ക് തരും. Seek first the kingdom of God and his righteousness, and all these things will be added to you. ഒരുമാതിരി കൺകെട്ട് വിദ്യകളുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ന്യൂ ജനറേഷൻ ദുരുപദേശകന്മാരെ നമ്മൾ തിരിച്ചറിയണം. We must identify the people who are trying to cheat you. ആകാശം മാറിപ്പോകും, And the heavens will ഭൂമി change, നീങ്ങിപ്പോകും, and the earth will pass away, ദൈവവചനം മാറിപ്പോകയില്ല. but the word of God will never pass എത്ര away. പേർക്ക് വിശ്വാസമുണ്ട്? And because we Praise believe in God. that, അങ്ങനെയുള്ളവർക്ക് വാതിൽ തുറന്നു കൊടുക്കരുത്. and you should not open your doors for them. അവരുടെ ഉദ്ദേശം ദ്രവ്യാഗ്രഹമാണ്. And the doctrine is about money. ഏത് വിധത്തിലും, അതായത് കടലാസ് വിഴുങ്ങി 100 രൂപ നോട്ട് തുപ്പിയച്ച് 25 പൈസയുടെ തുട്ടിന് പാത്രവുമായി നടക്കുന്ന ദുരുപദേഷ്ടാക്കന്മാരെ ദൈവസഭയ്ക്കകത്തൊന്ന് തുടച്ചു മാറ്റണം. We don't want false teachers who eat paper Yes. and spit rupee and are begging for money. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാൽ. If you believe that this is true, can you worship the Lord? Praise God. Hallelujah. പോകട്ടെ, പൗലോസ് അവർക്ക് എഴുതി. Paul wrote to them. സഭ വളർന്നു. And the church 1-ാം continued. അധ്യായത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് എഴുതി. And in the first chapter here, അത് talk about the മുഴുവൻ blessings. ആത്മീയ അനുഗ്രഹമാണ്. It is all about the spiritual blessings. എല്ലാം എടുത്തു പറയാൻ നേരമില്ല. There is no time to describe. എങ്കിലും ഞാൻ ആ വിഷയം സ്പർശിച്ചുകൊണ്ടങ്ങ് പറയാം. And let me just give you the summary. പിതാവായ ദൈവം The Father God, ക്രിസ്തുയേശുവിൽ through Jesus ലോക Christ, സ്ഥാപനത്തിന് മുന്നമേ before the establishment of the നിങ്ങളെ world, തെരഞ്ഞെടുത്തു. He has chosen you. അതാ ഒന്നാമത്തെ അനുഗ്രഹം. That's the first ഈ blessing. തലമുറയിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ആ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം.
The greatest blessing in your life is in this generation he has chosen you. രണ്ട്, അവൻ നമ്മെ മുൻ നിയമിച്ചു. And the second thing is he has മൂന്ന്, അവൻ നമ്മെ ദത്തെടുത്തു. and he has adopted us. നാല്, അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നൽകി. And he has given us the salvation. അഞ്ച്, പരിശുദ്ധാരൂപിയായി നൽകി. And he has given us the Holy Spirit. ആമേൻ. ഇങ്ങനെ 7 അനുഗ്രഹങ്ങളാണ് ഒന്നാം അധ്യായത്തിൽ പറയുന്നത്. And there are 7 blessings in chapter 1. രണ്ടാം അധ്യായം Chapter 2. ക്രിസ്തുവിൽ നീ ആകുന്നതിന് മുമ്പുള്ള 7 ശാപങ്ങളാണ്. And there are 7 curses before you came to Christ. അത് രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം പാരഗ്രാഫിലുണ്ട്. And the second paragraph you can read മുമ്പേ that. നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു, And you were by birth you were Gentiles. ദൈവമില്ലാത്തവരായിരുന്നു, You did not have God. ക്രിസ്തു You did ഇല്ലാത്തവരായിരുന്നു, not Christ. You did വാഗ്ദത്തമില്ലാത്തവരായിരുന്നു, not have the promise. യഹൂദന്മാർ പരിഹസിക്കപ്പെട്ടിരുന്നു. And you were mocked by Jews. അതെ, അങ്ങനെ 7 ശാപങ്ങൾ പറയുകയാണ്. There are 7 kinds of curses. ഇന്നും ശാപം ഉണ്ടെന്ന് പറഞ്ഞ് മുറിക്കാൻ നടക്കുന്നവരുണ്ട്. And there are people those who want to break the എല്ലാ curse. കൊല്ലവും മുറിക്കും ഇവര്. Every year they are എവിടെ breaking ശാപം curse. മുറിക്കലുണ്ട് ഓടിയെത്തും. Wherever there is curse they will go. എന്നിട്ട് മുറിക്കുക. And they are breaking നിന്റെ curse. ശാപം എന്നാ ബ്രേക്ക് ആകുന്നത്? And when are you going to get relief from നീ the കഴിഞ്ഞ curse? കൊല്ലം പോയല്ലോ, Last year you went. കഴിഞ്ഞ മുമ്പിലത്തെ വർഷം The പോയല്ലോ, previous year you were. 10 വർഷമായിട്ട് നീ For പോവുകയാണല്ലോ. the last 10 years you have been ഇതുവരെ going. ശാപം മാറിയില്ലേ? And until now എന്നാൽ you are ഇന്ന് not രാത്രി free from the ഇന്ന് curse. രാത്രി രക്ഷിക്കപ്പെട്ടത് വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസിയോട് ചോദിക്കേ, എന്നാ നിന്റെ ശാപം മാറിയത്? And if you ask a Amen. believer who believe in the word of God, when did you got delivered from the ഞങ്ങൾ curse? ധൈര്യമായി പറയും, യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി Amen. കാൽവരി ക്രൂശിൽ ശാപമായപ്പോൾ നമ്മുടെ സകല ശാപവും അവിടെ ബ്രേക്ക് ആയി. With a lot of confidence that Ruga the baba la child la will ba say, shaka baba when ba. Jesus was crucified on the cross of Hallelujah. Calvary, all the curses have been broken. ബോധ്യമുള്ള ദൈവമക്കൾ കൈയൊന്ന് അടിച്ച് കർത്താവിന് മഹത്വം Those who കൊടുത്താട്ടെ. believe this, clap your hands and worship the Lord together. Praise the Lord. Amen. Hallelujah. Glory to Jesus. Hallelujah. ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്താൽ നമ്മുടെ ശാപം പോയി. By the death of Christ on the cross, all the curses has been broken. ഇനി ഒരു ശാപവും നിന്റെ മേലില്ല. And there is no curse upon you. രാത്രിയിലെ ഭയത്തെ നിനക്ക് പേടിപ്പാനില്ല. You don't have to be afraid of പകൽ the പറക്കുന്ന fear. അസ്ത്രത്തെ നിനക്ക് You പേടിപ്പാനില്ല. don't have to be afraid of arrows. നിന്റെ വശത്ത് 1000 പേര് വീഴും, In one side there will be 1,000 നിന്റെ people. വലത്തുവശത്ത് 10,000 പേര് വീഴും. And the other side there will be 10,000. എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. And they will not come near to you. വിശ്വാസം ഉണ്ടോ? Do you have that faith? അത് നിന്നോട് അടുത്ത് വരികയില്ല. It will not come near to ഞാൻ you. വിശ്വസിക്കുന്നത് നമ്മോട് അടുത്ത് വരികയില്ല. I believe that it will come near to എന്തുകൊണ്ട്? you. Why? നമ്മുടെ ശാരീരിക ബലം കണ്ടല്ല, Not because of our നമ്മുടെ ability, പണത്തിന്റെ വലിപ്പം കണ്ടല്ല, not because of the money, കുടുംബ ശ്രേഷ്ഠത കൊണ്ടല്ല, not because of നമ്മുടെ family, പേഴ്സണാലിറ്റി കൊണ്ടല്ല. not because of personality. ഇതൊന്നും സാത്താന് പേടിയില്ല. And the devil is not പിന്നെ afraid of these. എന്തുകൊണ്ട്? Why? യേശു ക്രിസ്തുവിന്റെ രക്തം നിന്റെ മേൽ അടയാളമായിട്ടുള്ളത് കൊണ്ട് ഒരു ദുഷ്ടശക്തിക്ക് നിന്നോട് അടുത്ത് വരുവാൻ കഴിയില്ല. Because the blood of the Lamb is Amen. upon you, the devil will not be able to come near to you. ഈ വിശ്വാസം ഇല്ലാത്തവൻ പോണം. And those who do not have this faith will അവൻ go. എല്ലാ കൊല്ലവും പോയി മുറിക്കട്ടെ. Every year they will go. അത് മുറിയാനും പോണില്ല. And it is not going to break. പിന്നെ വരുന്നവൻ രക്ഷപ്പെട്ടു, മുറിക്കാൻ വരുന്നവൻ. And the person who come for breaking will be. അത് ഞാൻ Benefited. മുമ്പേ പറഞ്ഞതുപോലെ And just like I told you before. പേപ്പർ വിഴുങ്ങിയ നോട്ട് തുപ്പുക, And they swallow paper and spit currency. പിന്നെ 25 പൈസയ്ക്ക് പാത്രമായിട്ട് നടക്കുക. And they'll be begging for 25 Praise God. Amen. ഒരു ദൈവ പൈതലിന് ഇതിന്റെ ആവശ്യമില്ല. And for a child of God, this is ഒരു not necessary. ശാപവും എന്റെ മേലില്ല. And there is no curse upon ഒരു you. ദോഷവും എന്റെ കുടുംബത്തിന് ഭവിക്കുകയില്ല. There is no problem for my എന്റെ family. തലമുറയെ ഒരു ദുഷ്ടശക്തിയും വേട്ടയാടുകയില്ല. Yes. The generation will not be touched by എന്റെ the devil. ദൈവം തന്ന നന്മയെ ആക്രമിക്കാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയില്ല. No powers of the darkness will not be Amen. touched my blessings. അബ്രഹാമിന് കൊമ്പ് ചോലയിൽ ചുറ്റി ആട്ടുകൊറ്റനെ ഇസഹാക്കിന് പകരം ദൈവം കൊടുത്തെങ്കിൽ നിന്റെ നന്മ തട്ടിപ്പറിക്കാൻ വരുന്ന അന്ധകാര ശക്തിയെ ഇന്ന് രാത്രി നീ യേശുവിന്റെ നാമത്തിൽ ജയിച്ചോണം. And if God can Amen. provide a lamb for Abraham Hallelujah. tonight, if the devil is coming for your blessing, you have to curse him. സാത്താൻ ആ ആട്ടിൻകുട്ടിയെ ഓടിച്ചു വിടാൻ ഒത്തിരി ശ്രമിച്ചു കാണും. And the Satan probably tried to draw this the lamb away. മനസ്സിലായ സകല യാഗങ്ങളുടെയും പൊരുളായി അറുക്കപ്പെടുവാൻ പോകുന്ന യേശു ക്രിസ്തുവിന്റെ യാഗത്തിന് നിഴലായിരുന്നു ഇസഹാക്കിന്റെ യാഗം. And the sacrifice of Isaac was the shadow of the thing that is going to happen in the life of Christ. ഇത് മനസ്സിലാക്കിയ സാത്താൻ ആ ആട്ടിൻകുട്ടിയെ അവിടുന്ന് ഓടിച്ചു വിടാൻ ഒത്തിരി ശ്രമിച്ചു കാണും. Understanding this, the devil tried to ward this lamb away. പക്ഷെ തമ്പുരാൻ അതിനെ കെട്ടി അവിടെ ഇട്ടു. And the Lord Yes. tied it there. എന്റെ ദാസനായ അബ്രഹാമും ഇസഹാക്കും
ദൈവം കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അവൻ വരുന്നത് വരെ നീ ഇവിടെ കിടക്കണം. And you have to be here until my servant is coming, believing in me. ദൈവം നിനക്ക് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തെ അപഹരിക്കാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയില്ല. If the Lord has provided Praise for you God. and your generation, no വിശ്വാസമുണ്ടോ? devil can take it away. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe that? ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. Raise your hands and worship the Lord. Praise God. Hallelujah. Amen. പോകട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സഭ 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിലാകുന്നതിന് മുൻപ് അവരുടെ മേലുണ്ടായിരുന്ന ശാപങ്ങളെ പൗലോസ് ഓർപ്പിച്ചു. And Paul reminded about the curses that they had before they became Christians. 3-ാം അധ്യായം ക്രിസ്തീയ ജീവിതത്തിലെ 7 ഉയർന്ന പടികളാണ്. And in chapter 3 we see that there are 7 higher steps in the Christian life. 3-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫിലുണ്ട്. In the last paragraph you can read. 4-ാം അധ്യായം ക്രിസ്തീയ സഭയുടെ 7 തൂണുകളാണ്. And the chapter 4 is 7 pillars of the church. അത് ആദ്യ വാക്യങ്ങളിലുണ്ട്. And in the previous verse, in the ദൈവം ഒരുവൻ beginning verse, we കർത്താവ് can see, ഒരുവൻ ആത്മാവ് ഒന്ന് വിശ്വാസം ഒന്ന് സ്നാനം ഒന്ന് എന്ന് പറയുന്ന 7 കാര്യങ്ങൾ. God is one, Christ is one, the Spirit is one, and only one baptism. 5-ാം അധ്യായം പരിശുദ്ധാത്മ നിറവിനാൽ ഉണ്ടാകുന്ന 7 ആത്മീയ അനുഭവങ്ങളാണ്. And in chapter 5, Amen. you read 5 different kinds of experience through the baptism of the Holy Spirit. 6-ാം അധ്യായം ഒരു വിശ്വാസി ധരിച്ചിരിക്കേണ്ട 7 ആയുധവർഗങ്ങളാണ്. And in chapter 6, you read about 6 kinds of armor that a believer should be wearing. അതിൽ നിന്നാണ് നാം കുറിവാക്യം തിരഞ്ഞെടുത്തത്. And from there, we Amen. read the theme. വിശ്വാസി ധരിച്ചിരിക്കേണ്ട ആയുധവർഗങ്ങൾ ഏതാണ്? And what are the armor that a believer should be അത് wearing? മുകളിൽ തൊട്ട് താഴോട്ട് ഞാൻ പറയാം. And let me describe from the top to the bottom. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ക്രമത്തിലല്ല, And not according to what is written. എന്നാൽ ആ കാര്യം അത് തന്നെയാണ്. And it's the same thing. തലയിൽ രക്ഷയെന്ന ശിരസ്ത്രം, And the helmet of salvation. നെഞ്ചത്ത് നീതി എന്ന കവചം, And the breastplate of righteousness. വലത്തെ കയ്യിൽ ദൈവത്തിന്റെ വചനമാകുന്ന ആത്മാവിന്റെ വാള്, And the sword of the word of God. ഇടത്തെ കയ്യിൽ വിശ്വാസം എന്ന പരിച, And the shield of faith. അരയിൽ സത്യം ബെൽറ്റായി കെട്ടണം. And the belt on the truth. നിന്റെ കാലുകളിൽ സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം ബൂട്ടായിട്ടിട്ടോണം. And the preparation for Amen. the gospel on the as a boot. എത്ര ആയുധവർഗമായി? And how many? 6 ആയുള്ളൂ. It's only 6. 6 ആയുധവർഗമേ ആയുള്ളൂ. It's only 6 പിന്നെ armor. 7-ാമത്തേത് ഏതാ പാസ്റ്ററെ? Which is the 7th one? ഈ 6 ആയുധവർഗം ഉള്ളവനും ഒരു പടയാളിയാണ്. അവൻ മരിച്ചു കിടന്നാലും ഇത് 6 അവനിൽ കാണും. And even if മനസ്സിലായോ? the soldier is dead, all these 6 weapons will be ചത്തു with him. കിടക്കുന്നവനിലുണ്ടെന്ന് ഈ 6. And the person who is dead also will have all these 6. ഹെൽമെറ്റ് ഉണ്ട്, He has the helmet, ബെൽറ്റ് ഉണ്ട്, he has belts, ആയുധമുണ്ട്, he has the sword, എതിർക്കാനുള്ള ആയുധമുണ്ട്, and he has the shield, കാലബൂട്ടും ഉണ്ട്. and he has the boot. പക്ഷെ ജീവനില്ല. But no life. അപ്പൊ ചത്തു കിടക്കുന്നവനിൽ ഇതുണ്ടാകാം. And even if he is Praise dead, God. he has all these things. 7-ാമത്തെ ആയുധവർഗം ഏതാണെന്ന് തിരിച്ചറിയണം. And you must understand which is the 7th one. നീ ധരിച്ചിരിക്കുന്ന 6 ആയുധവർഗങ്ങളെയും സജീവമാക്കുന്ന ആത്മാവിലുള്ള പ്രാർത്ഥനയാണ് 7-ാമത്തെ ആയുധം. I mean, the 7th Amen. weapon is the prayer Praise that God. makes animate all these Praise weapons. God. Hallelujah. Hallelujah. Glory to Jesus. ദൈവവേദനേ, Yes. നീ നിർജീവനായി ഒരു മരം പോലെ സഭയ്ക്കകത്തിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. And the Lord is not expecting to be a person who is idle in the church. പാസ്റ്റർമാരും ആഗ്രഹിക്കുന്നില്ല. And the pastors also do not നീ expect ഒരു that. കരിങ്കൽ തൂണ് പോലെ ഇരിക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ല. The Lord is not expecting you to be a pillar in ഇവിടെ the church. ചത്തു കിടക്കുന്നവനിൽ ഉണ്ടെന്ന് 6 ആയുധങ്ങൾ. And even if a person is dead, all these 6 armors are there. എന്നാൽ ജീവനിലുള്ളവനിൽ മാത്രമേ ഈ ആയുധവർഗങ്ങൾ സജീവമാകത്തുള്ളൂ. And only if a person has life, Yes. this armor will be used. ഇവയെ സജീവമാക്കുന്നത് നിന്റെ ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. And when you pray, Ah. and all this armor will be get to use. പൊത്തുവരുത്ത പ്രാർത്ഥനയല്ല. It is not just a mere prayer. ഏതാണ്ടൊക്കെ കുറെ പറഞ്ഞേച്ച് കിടക്കുന്ന കാര്യമല്ല ഈ It is പറയുന്നത്. not something that you are saying and going to bed. ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഈ രാജ്യത്ത് തന്നെ പറഞ്ഞു, ഒരിക്കലൊരാൾ പ്രാർത്ഥിച്ചു, മാത്തൻ തന്റെ ഹൃദയം തുറന്നിട്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവേ നിനക്ക് വരുവോ പോവുകയോ ചെയ്യാം. And somewhere I preached like this, somebody pray like this. I have opened the door for you. If you want to come, you can come, or you want to go. And it is up. If you want, you can come in. അങ്ങനെ പരിശുദ്ധാത്മാവ് വരുവോ? And will the Holy Spirit come നീ like that? ക്ഷണിക്കാതെ വരുവോ? Without your invitation, നീ the Spirit of the വിളിക്കാതെ Lord will not വരുവോ? come. Without calling, നീ പ്രാർത്ഥിക്കാതെ വരുവോ? without praying. നിന്റെ പൊത്തുവരുത്ത ജീവിതം അവസാനിപ്പിച്ചിട്ട് ഇന്ന് മുതൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ മുഴങ്കാലും മടക്കണം. And living your mediocre life, you have to kneel down and pray fervently. Praise. Amen. Praise. Praise
Praise the Lord. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ Raise your voice and pray. Worship the Lord. ആത്മാവിൽ നീ പ്രാർത്ഥിക്കുമ്പോഴാണ് അന്ധകാര ശക്തികൾ വിറയ്ക്കുന്നത്. When you worship the Lord Amen. in the Spirit, the devil will be Yes. shaken. നമ്മളെ സജീവമാക്കുന്നത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. And the thing that gives us life is the prayer in the Spirit. നിന്റെ വിശ്വാസത്തെ സജീവമാക്കുന്ന ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. Or your faith Yes. is put into action when you pray in Spirit. നിന്റെ പ്രസംഗത്തെ സജീവമാക്കുന്ന ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. Your preaching will be Amen. powerful when you pray in the Spirit. നീ ഒരു രോഗിക്ക് വേണ്ടി കൈവെക്കാൻ ചെന്നാ മതി, അവൻ ഉടനെ സൗഖ്യമാകും. When you are Amen. about to lay your hand on a sick person, പക്ഷേ നീ you'll be ആത്മാവിൽ healed. പ്രാർത്ഥിക്കണം, But you should be praying in the Spirit. ആത്മാവിൽ പോരാടണം, You should be fighting in the Spirit. പ്രാർത്ഥനയിൽ ഫൈറ്റ് ചെയ്യണം, You should be fighting in your നീ prayer. ആത്മാവിൽ യുദ്ധം ചെയ്യണം. You should be fighting in the അപ്പോൾ നീ prayer. സജീവനായി ജീവനുള്ളവനായി തീരും. Then you'll be active. റുഖബലദലാദബ ശംദലാദബ. Oh, glory to ആത്മാവിനെ Jesus. പ്രാപിച്ച ദൈവമക്കൾ കരങ്ങൾ തട്ടി Oh, those who receive the അന്യഭാഷകൾ Holy കർത്താവിന് Spirit, ബഹുത്വം കൊടുത്താട്ടെ. worship the Lord in speaking in tongues. റുഖബലദലാദബ. Oh, hallelujah. Amen, amen, amen. Amen. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കാനും ആത്മാവിൽ ആരാധിക്കാനും കഴിയാത്തവനെ കാണുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത ഞാൻ പറയാം. And whenever I see a person who is not able to worship the Lord in the Spirit and in life, നിങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകാറില്ലേ? usually you go to textile shops. ഇരിക്കുന്ന ഇവിടുത്തേനേക്കാളും കൂടുതൽ നമ്മുടെ നാട്ടിലാണ് ഈ ബൊമ്മയെ വെക്കുന്നത്. In more than this place, we have the dummies. ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ബാബു സാർ എന്നെ കൊണ്ടുപോയപ്പോ ഞാൻ കണ്ടു. And I saw even in this country. അതായത് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ചിന്ത എന്നാന്നറിയോ, ഇവൻ നമ്മളെ നോക്കി നിൽക്കുക. And when we go into the shop, we think that this statue is looking at us. നല്ല പാന്റ് ഷർട്ട് സൂട്ട് ഒക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് കൈ പിടിച്ചാ വിളിക്കുന്നത് ഇങ്ങനെ. And the statue is standing with a nice dress, holding a glass and the specs in his hands. പുറത്തോട്ട് നോക്കുമ്പോ ഉണ്ടല്ലോ നല്ല ചുരിദാറും ഒക്കെ ഇട്ട് സാരിയൊക്കെ ചുറ്റി നല്ല സുന്ദരിമാര് നിൽക്കുന്നു. And when you look to the other side, you can see beautiful ladies standing there on the other side. പക്ഷെ നിങ്ങൾക്കറിയാവോ, Do you know? കടയ്ക്കൊന്ന് തീ പിടിക്കട്ടെ, And if there is a fire in the shop, എല്ലാരും ഓടി രക്ഷപ്പെടും. and all these people will go ഈ out, ബൊമ്മയെല്ലാം അവിടെ നിന്ന്. and all these statues will remain there. ആമേൻ. ഭൂമി ഒന്ന് കുലുങ്ങട്ടെ, And if there is an earthquake, ഓണറും സ്റ്റാഫും ജീവനും കൊണ്ടുപോകും. and the owner and the staff, everyone will go, ഇതെല്ലാം കിടുകിടാന്ന് പിടിച്ചവിടെ വീഴും. and all of them will shiver and fall down. ഇത്തിരി ഒത്തിരി ബൊമ്മകള് സഭയ്ക്കകത്തുന്നുണ്ട്. And you can find so many such statues. Praise the Lord. കാഹളം മുഴങ്ങി സഭ എടുത്തുകൊണ്ടപ്പെട്ടാലും തമ്പേറടി ഇവിടെ ഉണ്ടാകും. And even after the Amen. trumpet of the Lord comes and Yes. the church has gone up, there will be still worship. ജീവനുള്ളതൊക്കെയും കാഹളം മുഴങ്ങുമ്പോൾ ഭൂമണ്ഡലം വിട്ട് സ്വർഗമണ്ഡലത്തിലേക്ക് കയറി പോകും. Amen. All those who have life will go up to the heaven to Hallelujah. receive the Lord. Amen. Hallelujah. Praise God. Oh Jesus. Hallelujah. പിന്നെ എങ്ങനെയാ ഈ സ്റ്റാച്ചു ഇവിടെ വന്ന ഈ ബൊമ്മ വന്നത്? And how did the statue come to? രാവിലെ വന്ന സ്റ്റാഫ് And the staff who came in the morning പൊടിയൊക്കെ തൂത്തു, and cleaned the dust സാരി ചുറ്റിച്ചു, and put the sari വേറൊന്നിനെ ചുരിദാർ ഇടിപ്പിച്ചു, and put a churidar on another one, വേറൊന്നിനെ പിന്നെ മുട്ടിന് മുകളിലുള്ളത് വരെ ഇടിച്ചു. and for another one only up to the knees, അങ്ങനെയെല്ലാം കൊണ്ട് നിർത്തി. and made them stand there. ഇപ്പുറത്ത് വന്ന് പാൻസും ഷർട്ടും ഒക്കെ ഇടിച്ചു. And this side they came and put on the pants and shirt. അവന്റെ കയ്യിൽ ഇരുന്ന കൂളിംഗ് ഗ്ലാസ് ഇവൻ വേണം തുടയ്ക്കാൻ. He has മനസ്സിലായില്ലേ? cleaned the glass in his hand അത് തുടച്ച ഇവന്റെ കയ്യിലോട്ട് കൊടുത്തു. and give to the statue. അയ്യോ, ഞാൻ ഒരിക്കലേ എറണാകുളത്തൊരു കടയിൽ ചെന്നപ്പോൾ ഒരുത്തനൊരു പെങ്കൊച്ചിന്റെ കഴുത്തിൽ ഇങ്ങനെ മാല ഇട്ടു. And when I went to a shop, I saw that a person is putting a chain on on a lady. പിറ്റേ വർഷവും ഞാൻ അതുവഴി പോയപ്പോൾ നോക്കിയപ്പോൾ അവൻ അന്നേരവും ആ മാല ഇട്ടില്ല. But the next year also, when I went through that way, the chain is not yet put on the neck, and he will only go thus far. അങ്ങനെയാ ഇതിനകത്ത് യന്ത്രത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. And the machine is set in such a way that will go near. ഒരു കൊല്ലായിട്ടും അവൻ ഇട്ടില്ല. And even after 1 year, the chain has not gone to the neck. ഇങ്ങനെ യന്ത്രവൽക്കരിച്ച വിശ്വാസികൾ ഒത്തിരി നമ്മുടെ ഇടയിലുണ്ട്. And there are a lot of mechanized believers in our church. Praise God. എന്നാൽ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന അതാണോ നിന്ന് രാത്രി ഉറപ്പ് വരുത്തിയേ പോകാം. And you have to check yourself whether the Lord is expecting that from your life. ഈ ബൊമ്മ ഇങ്ങനെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുക.
And all the statues are standing there with a അപ്പൊ nice dress. സ്റ്റാഫ് ഒരുക്കിക്കൊണ്ട ഇരുത്തിയതാ ഇവിടെ. And the staff, put on all these clothes and put them there. ഇങ്ങനെ പൊക്കിക്കൊണ്ട ഇരുത്തുന്ന പുള്ളികളും നമ്മുടെ ഇടയിലുണ്ട്. നാട്ടിലാണ്, ഇവിടുത്തെ എനിക്കറിയില്ല. I don't know about this place, but back home we have such people. മോനെ നീ പോണില്ലേടാ സൺഡേ സ്കൂളിന്? Are you not going for Sunday school? ഇവിടെ പോടാ കുഞ്ഞെ. Son, why don't you go? യൂത്ത് മീറ്റിങ്ങിന് പോ, Go for youth meeting. ആരാധനയ്ക്ക് പോ, Go for worship. പൊക്കിക്കൊണ്ട ഇരുത്തുക. And with much difficulty they are brought there. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്ക ചോന്നോണ്ട് വന്ന ഇരുത്തിയ പോലെയുള്ളത്. And just like the temple of beautiful, he was brought. ഒരു മാറ്റവും അവനിൽ സംഭവിക്കുന്നില്ല. There is no change in him. Praise God. Amen. അങ്ങനെയുള്ളവരുടെ ഇടയിലേക്കാണ് ഒരു പത്രോസ് യോഹന്നാൻ ഈ ദിവസങ്ങൾ ചെല്ലേണ്ടത്. And Peter and John should be going to such people. Amen. Amen. നീ കരിങ്കൽ സമാനമായിട്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. The Lord is Yes. not expecting you to sit there like a statue. നീ സഭയ്ക്കകത്തൊരു സ്റ്റാച്യു ആയിരിക്കാൻ ദൈവം The ആഗ്രഹിക്കുന്നില്ല. Lord do not want you to be a statue in the നീ church. കാഹളം കേൾക്കുമ്പോൾ ഇവിടുന്ന് പറന്നുയരുന്ന ജീവന്റെ തുടിപ്പുള്ള, ജീവന്റെ ചലനമുള്ള, ആത്മനിറവുള്ള ഒരു വിശ്വാസിയായിരിക്കാനാണ് ദൈവം നമ്മെ കുറിച്ച് The ആഗ്രഹിക്കുന്നത്. Lord is expecting you to be caught up into heaven Amen. when somebody is sounding. Amen. കണക്ക് ചോദിച്ചില്ലേലും കണക്ക് പറഞ്ഞില്ലേലും ഒരിക്കൽ ഒരാൾ ചോദിച്ചു, അപ്പോസ്തോലിക കാലത്ത് വിശ്വാസികൾ സഭയിൽ പോയത് എന്തിനാണെന്ന് ചോദിച്ചു. എല്ലാരും പറഞ്ഞു ആരാധിക്കാനാണെന്ന് പറഞ്ഞു. And somebody asked, why the people went to the church in the apostolic time. ഇന്നെന്തിനാ They സഭയിൽ went for പോകുന്നത്? worship. ഇന്നെന്തിനാ സഭയിൽ പോകുന്നെന്ന് ചോദിച്ചു. Why are they going to church nowadays? ഒരുത്തൻ ചാടി പറഞ്ഞു വഴക്കുണ്ടാക്കാനാണ്. And they said they are going to church for ഇതൊക്കെ fighting. ശരിയാണെന്ന കാര്യങ്ങള്. And all these are facts. എന്നാൽ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചതിനല്ല. And you and me are Yes. called for not for that. ഞാനും നിങ്ങളും ജീവനുള്ള വിശ്വാസിയായിരിക്കണം. And we should be believers with life. നീ കാഹളം കേൾക്കണം. You should listen to the നീ trumpet. ഒരു സ്റ്റാച്യു ആയിട്ട് മേലാൽ സഭയിൽ ഇരിക്കരുത്. You should not be in a Amen. church like a statue. ഈ വരുന്ന ഞായറാഴ്ച മുതൽ നീ ജീവനും ചലനവും ചൈതന്യവുമുള്ള ആത്മാവിൽ ആരാധിക്കുന്ന ഒരു ദൈവമൈതനായിരിക്കട്ടെ. And you may be a person with you Amen. are filled by the Spirit, അതിനെ- active and worshiping with life. എത്ര പേര് അതിന് ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire that? കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ Oh, പറഞ്ഞാൽ can you raise your hands and worship the എനിക്ക് Lord? കാഹളം കേൾക്കണം, എനിക്ക് എടുക്കപ്പെടണം. Oh yes, I want to hear the trumpets of the എനിക്ക് Lord calling. സഭയുടെ പ്രസിഡന്റ് ആയില്ലേലും വേണ്ടില്ല, And I don't want to become the വൈസ് president of the പ്രസിഡന്റ് church. ആയില്ലേലും വേണ്ടില്ല, And even if I don't become the സെക്രട്ടറി vice ആയില്ലേലും president, വേണ്ടില്ല, not even secretary, കൗൺസിൽ മെമ്പർ ആയില്ലേലും കുഴപ്പമില്ല. not even council എനിക്ക് member. കാഹളം കേൾക്കുമ്പോൾ Yes. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. Or somehow I want to be resurrected and to be with the Lord when the trumpet is rung. പെന്തിക്കോസ്ത് സഭയിലെ പൊളിറ്റിക്സ് അവസാനിക്കാതെ ഈ സഭ ഗുണം പിടിക്കാൻ പോണില്ല. And unless the politics Amen. is coming to an end, the Yes. church is not going to go anywhere. ഹല്ലേലൂയ. Hallelujah. പൊളിറ്റിക്സ് കളിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. The Lord did not call you for politics. അവന്റെ വിശുദ്ധ സഭയായിരിക്കാനാണ്. And he called you to be the holy ഞങ്ങൾ nation. വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. Let me finish. ഏത് നേരത്തും നീ ആത്മാവിൽ പ്രാർത്ഥിക്കണം. And all the time you pray in spirit. ഏറ്റോടുവിൽ പൗലോസ് ആ വാക്യത്തിൽ പറയുന്നത് അതിനായി നീ ജാഗരിക്കണം. And you have to be fervent in that. And let me finish by saying this message. പ്രാർത്ഥിച്ചാൽ പോരാ, ജാഗരിക്കണം. And not only praying, but you have to earnestly desire. ചിലർ 7 ദിവസം പ്രാർത്ഥിച്ചിട്ട് വിട്ടുകളയും. And some people, pray for 7 ഞാൻ days and 21 leave it. പ്രാർത്ഥിച്ചു വിട്ടു. And I prayed for 21 days and left it. 40 ഇരുന്ന് നടന്നില്ല, വിട്ടു. And I prayed for 40 days and left it. നിന്റെ സമയത്തല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. And it is Yes. not, God is not going to work in your നീ time. ജാഗരിക്ക് വിഷയത്തിന്മേൽ. And you continue to pray for that. നീ വിഷയത്തിന്റെ മേൽ ജാഗരിക്ക്. And fervently pray for that. ആമേൻ. അവൻ വരും ഒരു ദിവസം. And one day he will be നിന്റെ coming. പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. And your answer will be coming. നിന്റെ അത്ഭുതം നിനക്കായി കാത്തിരിക്കുന്നു. Oh, the miracle is waiting for യെസ്, you. നിന്റെ സൗഖ്യം നിനക്കായി കാത്തിരിക്കുന്നു. Oh, your healing is waiting അവര് for പക്ഷേ you. ഇന്ന് രാത്രിയായിരിക്കാം. Probably Amen. that may be tonight. നീ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും അതിന്മേൽ ജാഗരിക്കുകയും ചെയ്യണം. When you're praying in the spirit and you're fervently praying for it. ഈ ജാഗരിക്കുക എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവാണ്. And let me give you an example for fervently praying. കോഴിയെ നമ്മുടെ നാട്ടിൽ മുട്ടയുടെ പുറത്ത് പൊരുന്നിരുത്തും. And we keep the hen for brooding over the eggs. അത് 10 ദിവസം കഴിഞ്ഞ് കോഴി പറന്നു പോകുന്നുണ്ടോ? And after 10 days the hen is not flying away. ആ വീട്ടിലെ അമ്മ അതിനെ പറപ്പിച്ച് വിട്ടാൽ പോലും അത് വല്ലാത്തൊരു ബഹളം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന് മുട്ടയുടെ പുറത്ത് കയറി. Even if the mother of the house chased this hen away, it will come back again and sit on the eggs. 15 ദിവസം കഴിഞ്ഞ് പറന്നു പോകുന്നില്ല. After 15 days the hen 17 is not ദിവസം going. കഴിഞ്ഞ് പോകുന്നില്ല. After 17 days. പിന്നെ അത് ഇരിക്കുക മുട്ടയുടെ പുറത്ത്. And it is brooding over the egg again and എന്താണ് again. ചൂട് കൊടുത്തുകൊണ്ടേയിരിക്കുക. It is continually giving Yes. heat
to this ചൂട് air. It കൊടുത്തുകൊണ്ടേയിരിക്കുക. is continually giving heat. 18ാമത്തെ ദിവസമായപ്പോൾ മുട്ടയ്ക്കകത്ത് ഒരു അനക്കം തുടങ്ങി. And 18th day there is a movement in the air. 19ആയപ്പോൾ മുട്ടയുടെ തോടുകൾ പൊട്ടാൻ തുടങ്ങി. And on the 19th day, slowly it began to crack. 20-21 ദിവസമായപ്പോൾ ഇതാ തന്നെ പോലെ തന്നെയുള്ള ഒരു കോഴിക്കുഞ്ഞ് വെളിയിലേക്ക് വരുന്നു. And on the 21st day, just like the hen, chicken is coming out. നീ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ഇന്ന് രാത്രി ജാഗരിച്ച് അതിന്മേൽ പ്രാർത്ഥനയുടെ ചൂട് കൊടുത്തുകൊണ്ടിരുന്നാൽ നിശ്ചയമായിട്ടും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. നിന്റെ ദർശനം സാധിക്കും. അത് മടങ്ങി വരിക തന്നെ ചെയ്യും. And if you continue to pray, Amen. and continue to give time in your prayer, Amen. and if Hallelujah. you continue to fervently pray, the vision will be fulfilled. Yes. Your miracle will come, and it is going to happen to you. നീ പ്രാർത്ഥനയിൽ പോരാടണം. And you have to fight in prayer. ആത്മാവിൽ പ്രാർത്ഥിക്കണം. And you have to pray in the അന്യ spirit. ഭാഷകളിൽ പ്രാർത്ഥിക്കണം. Or you pray in the അതിനായി ജാഗരിക്കണം. and you have to fervently pray. നിന്റെ വിഷയത്തിന്മേൽ പ്രാർത്ഥനയുടെ ചൂട് കൊടുക്ക്. And you give heat in your prayer. അത് 40 ദിവസം കൊണ്ട് നിർത്തരുത്. And don't stop at Yes. 40 days. വീണ്ടും ചൂട് കൊടുക്കുക. And continue to give വീണ്ടും heat. പ്രാർത്ഥനയുടെ ചൂട് കൊടുക്കുക. Continue to pray. ഒരു ദിവസം നിന്റെ ദർശനം സാധിക്കും. One day the vision ഒരു will be ദിവസം നിന്റെ fulfilled. പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. You will receive the answer. Amen. Amen. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കയ്യിൽ നീ കാണും. And you will see the answer to the Hallelujah. prayer in your hand. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കരങ്ങൾ How many ഉയർത്തി of you സ്തോത്രം believe? ചെയ്താട്ടെ. Can you raise your hands and worship നമുക്ക് the Lord? ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. Shall we stand in the presence of God? കൊയറിനോട് ചേർന്ന് നമുക്ക് പാടി കർത്താവിനെ Worship the Lord with the ആരാധിക്കാം. choir. കരങ്ങളടിച്ച് പാടി ആരാധിക്കാം. Clap our hands and worship the Lord ആത്മാവിൽ together. പാടി കർത്താവിനെ Let's ആരാധിക്കാം. worship the Lord in the spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ അന്യ ഭാഷകളിൽ പാടി ദൈവത്തെ This is ആരാധിക്കാം. the spirit may worship the Lord in ഇന്ന് tongues. രാത്രി എന്റെ വിടുതലിന്റെ രാത്രിയാണ്. Tonight may be the night of ഇതെന്റെ deliverance. പ്രാർത്ഥനയുടെ മറുപടിയുടെ രാത്രിയാണ്. Oh, tonight may be the night of ഇതെന്റെ answers. സൗഖ്യത്തിന്റെ രാത്രിയാണ്. Oh, this is a night of ഇതെന്റെ miracle. അത്ഭുതത്തിന്റെ രാത്രിയാണ്. This is a night of miracle. ആണ്ടുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മറുപടി ഇന്ന് രാത്രിയാണ്. And you're going to receive the Yes, answer. ഞാനത് വിശ്വസിക്കുന്നു. I believe that. Amen. ഞാനത് വിശ്വസിക്കുന്നു. Oh, yes, I believe it. അത് സംഭവിക്കാൻ പോകുകയാണ്. Yes, it's going to happen. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? Jesus, hallelujah. വിശ്വാസമുള്ളവർ ആത്മാവിൽ പാടട്ടെ. Yes, we believe and worship the Lord together. Hallelujah.